ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, SSF ഫറോക്ക് ഡിവിഷൻ സാഹിത്യോത്സവിൻ്റെ ഭാഗമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെൻറ്റനറി ആഘോഷത്തിൻ്റെ ഈ മഹത്തായ വേളയിൽ ആദരണീയരായ ഖലമുൽ ഇസ്ലാം ബാവ ഉസ്താദുമായി ഒരു അഭിമുഖത്തിന് ഒരുങ്ങുകയാണ്. ആദരണീയരായ ഉസ്താദ് അവറുകൾ സമസ്തയുടെ ഈ സഞ്ചാരത്തിനൊപ്പം അവിടുത്തെ വൈജ്ഞാനികവും രചനാപരവും പ്രഭാഷണപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ സഞ്ചരിച്ച ഒരു മഹത് വ്യക്തിത്വമാണ്. ഉസ്താദ് അവറുകളോട് ഈ സമസ്തയുടെ ഈ മതപരമായ കേരളീയ സാഹചര്യങ്ങൾ ഒക്കെ ചോദിച്ച് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഉസ്താദിൻ്റെ ബാല്യകാല മതാന്തരീക്ഷത്തെക്കുറിച്ചും ഒന്ന് പറയാമോ? ആ കാലത്ത് വീട്ടിലോ നാട്ടിലോ ഉണ്ടായിരുന്ന ദീനീ സ്വാധീനങ്ങൾ എന്തൊക്കെയായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിനീതനായ ഞാൻ ആദ്യമായി താമസിച്ചിരുന്നത് ബേപ്പൂരായിരുന്നു. നേറ്റീവ് പ്ലേസ് അവിടെയാണ്. 10 വർഷം ശേഷമാണ് അവിടെ നിന്ന് എൻ്റെ ഉമ്മയുടെ നാടായ ബേപ്പൂരിൽ നിന്ന് ഉപ്പയുടെ നാടായ കോടമ്പുഴയിലേക്ക് താമസം മാറിയിട്ട് ആദ്യകാല പ്രാഥമിക പഠനം ബേപ്പൂരിൽ നിന്നാണ് നടത്തിയത്. അന്ന് മദ്രസ സ്കൂൾ ഉണ്ടെങ്കിലും പഴമക്കാരായ ആളുകൾ നാട്ടുകാർ പറഞ്ഞു വന്നിരുന്നത് ഓട്ടുപള്ളി എഴുത്തുപള്ളി എന്നാണ്. മദ്രസ എന്നതിന് പകരം ഓട്ടുപള്ളി എന്നോ സ്കൂളിന് എഴുത്തുപള്ളി എന്നാണ് പറയുക. മദ്രസ സ്കൂൾ സ്കൂൾ മുസ്ലിം കലണ്ടർ പ്രകാരം 10:30 മണിക്കാണ് തുടങ്ങുക. 10 മണിക്ക് ഓട്ടുപള്ളി വിടും. 10 മണിക്ക് ഓട്ടുപള്ളി കഴിഞ്ഞ് 10:30 മണിക്ക് സ്കൂളിലേക്ക് എത്തും, അതായത് എഴുത്തുപള്ളിയിലേക്ക്. ഈ സമ്പ്രദായമാണ് നിലവിലുണ്ടായിരുന്നത്. ഓട്ടുപള്ളിയിൽ പ്രത്യേകമായ സിലബസുകളോ ടൈം ടേബിളുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓട്ടുപള്ളിയിൽ പഠിപ്പിക്കുന്ന ആൾക്ക് അന്ന് മുല്ലാക്ക എന്നാണ് പറയുക. ഓട്ടുപള്ളിയിൽ നിന്ന് എന്താണ് ക്ലാസ്സുകളും സിസ്റ്റവും ഇല്ല. എത്ര ഘട്ടം തീർത്തു എന്നാണ് നോക്കുക. 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, ഇങ്ങനെയാണ് ക്ലാസ്സിന്റെ ഐറ്റം. ഖുർആൻ നന്നായിട്ട് ഓതാൻ പഠിക്കുക എന്നതാണ് പ്രഥമമായ ലക്ഷ്യം. പിന്നെ ആഴ്ചയിൽ 1-2 ദിവസം ഓറലായിട്ട് പിന്നെ ദീനിയാത്തും അമലിയാത്തും പഠിപ്പിക്കും. വിശ്വാസ കാര്യങ്ങളും അതുപോലെ തന്നെ കർമ്മപരമായ കാര്യങ്ങളും ഓറലായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുക. ഈ സമ്പ്രദായത്തിലുള്ള ഓട്ടുപള്ളികളായിരുന്നു അന്ന് നിലവുണ്ടായിരുന്നത്. പിന്നീടാണ് മദ്രസ വരുന്നത്. മദ്രസ ബേപ്പൂരിൽ ആദ്യമായിട്ട് മദ്രസത്തുർ റഹ്മാനിയ എന്ന് പറയുന്ന ഒരു മദ്രസ രൂപീകൃതമായി. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മുല്ലാക്കയും കുട്ടികളും എല്ലാവരും ഓട്ടുപള്ളിയിൽ നിന്ന് ജാഥയായിട്ട് ബൈത്ത് ചൊല്ലി മദ്രസയിലേക്ക് വന്നു. പക്ഷെ മദ്രസ തുടങ്ങി നോക്കുമ്പോഴാണ് അവിടുത്തെ ദുരന്തം മനസ്സിലായത്. നമ്മുടെ അനവധാനത കൊണ്ട് അശ്രദ്ധ കൊണ്ട് ഇവിടെ മദ്രസ നിർമ്മാണ കമ്മിറ്റിയിൽ മുജാഹിദുകൾ കടന്നുപോയി. മദ്രസ ഉദ്ഘാടനമായപ്പോഴേക്കും അവിടെ പിന്നെ രംഗത്ത് വരുന്നത് മുജാഹിദ് മൗലവിമാരും മാഷുമാരും ഒക്കെയാണ് അധ്യാപകരായിട്ട് വരുന്നത്. മുല്ലാക്കയ്ക്ക് 1-ാം ക്ലാസ്സിൽ സ്ഥാനം കിട്ടിയെന്ന് മാത്രമേ. പുളിക്കൽ നിന്നും മറ്റും കൊണ്ടുവന്നിട്ടുള്ള മാഷുമാരാണ്, റിട്ടയർഡ് മാഷുമാരും മറ്റുമാണ് അവിടെ പിന്നെ ക്ലാസ് നടത്തിയത്. പിന്നീട് ഇതെല്ലാം രജിസ്ട്രേഷൻ അവരുടെ പേരിലായതുകൊണ്ട് യാതൊരു ഗത്യന്തരവുമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ അവിടെ അന്തളിപ്പിലായിപ്പോയി. പിന്നീട് പിൽക്കാലത്താണ് ഒരു മദ്രസ സുന്നികൾ ഉണ്ടാക്കിയത്, യാഷീൻ മദ്രസ എന്ന പേര്. അത് EKAP തർക്കം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് യാഷീൻ മദ്രസ EK വിഭാഗത്തിൻ്റെ കയ്യിലാണ്. അതിനുശേഷമാണ് പിന്നീട് ബീച്ചിൽ അവിടെ ഒരു നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ സഹകരണത്തോടൊരു മദ്രസ ഉണ്ടായത്. മദ്രസത്തുർ റഹ്മാനിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ താമസം ബേപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് കോടമ്പയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്രാഥമികമായിട്ടുള്ള പഠനത്തിന്റെ ഘട്ടം, 1-ാമത്തെ ഘട്ടം. ഇവിടെ വന്ന് കുറച്ചു കാലം മദ്രസയിൽ ഇവിടെയാണ് പഠിച്ചത്. പിന്നീടാണ് ഇവിടുന്ന് മതപഠനത്തിന് വേണ്ടി എൻ്റെ ഉപ്പ 35 വർഷക്കാലം സേവനം ചെയ്തിട്ടുള്ള മാവൂരിലേക്ക് പോയത്. അതുവരെ പ്രാഥമിക പഠനം ഇവിടെ നിന്ന് വെച്ചായിരുന്നു. ഇവിടുത്തെ മദ്രസയിൽ വെച്ച്, കൊടുമ്പുഴ പറ്റിപ്പാറ മദ്രസയിൽ വെച്ചാണ് ഉണ്ടായിരുന്നത്.
ആ ബാല്യകാലത്തിൽ തന്നെ സമസ്ത എന്ന പേര്, സമസ്ത പണ്ഡിതന്മാർ അല്ലെങ്കിൽ സമസ്തയുടെ മതസാമൂഹിക സ്വാധീനം, ഇതിനെ ഉസ്താദ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ കാലഘട്ടത്തിലുണ്ടായ സ്ഥിതിവിശേഷം മുബ്തദികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന് പ്രയോജിക്കുവാൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ വാസ്തവത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത്. സമസ്തയുടെ പ്രവർത്തനം തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മുബ്തദികൾ എവിടെ പ്രത്യക്ഷപ്പെടുന്നു അവിടെ നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ എത്തുകയും അവസരോചിതമായി ഖണ്ഡന പ്രസംഗങ്ങളും മറ്റും സംഘടിപ്പിക്കുകയും വെല്ലുവിളി നടത്തേണ്ടിടത്ത് വെല്ലുവിളി നടത്തുകയും സംവാദം നടത്തേണ്ടിടത്ത് സംവാദം നടത്തുകയും ചെയ്യുമായിരുന്നു. ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായ ഫത്വകൾ നൽകുമായിരുന്നു. ഇങ്ങനെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ, പ്രാഥമിക പ്രവർത്തനങ്ങൾ കാണാനും കേൾക്കാനും വേണ്ടി സാധിച്ചു. അങ്ങനെയാണ് ചെറുപ്പകാലത്ത് തന്നെ സമസ്തയെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് നമ്മൾ കാണുന്ന കോടമ്പുഴ ഉസ്താദ് എന്ന മഹത് വ്യക്തിത്വം രൂപപ്പെടുന്ന വഴിയിൽ സമസ്ത ഒരു സംഘടനയായി മാത്രമല്ല, ഒരു സംസ്കാരമായി തന്നെ ഉസ്താദിലേക്ക് കടന്നു വന്ന നിമിഷങ്ങൾ ഏതൊക്കെയായിരുന്നു? ഞാൻ പഠിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, പഠനം പൂർത്തിയാക്കിയത് മദ്രസയിൽ, സമസ്ത അംഗീകരിച്ച മദ്രസയിൽ വെച്ച സംസ്കൃത സിലബസ് പ്രകാരമാണ്. അപ്പോൾ പൊതുപരീക്ഷയിൽ, കേരള സ്റ്റേറ്റിൻ്റെ പൊതുപരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നേടിയത് കൊണ്ട് ആദ്യമായിട്ട് അതിൻ്റെ സംസ്ഥ നൽകി വരുന്ന ജായിസറ്റ്, ഫസ്റ്റ് പ്രൈസ് എന്ന നിലയിൽ കൊടുക്കുന്ന ജായിസറ്റ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് സംസ്ഥയുടെ പ്രസിഡൻ്റായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ സ്ഥാപനത്തിലും ദർസിലും പാലക്കാട് ദർലുമിൽ പഠിച്ചു. അവിടെ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് വഖഫ് ബോർഡ് ഏറ്റവും കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പ്രഖ്യാപിച്ചിരുന്ന ഒരു അവാർഡുണ്ടായിരുന്നു, സ്കോളർഷിപ്പ് എന്ന് പറയാം. അത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ കാര്യം കൊണ്ട് വാങ്ങാൻ വേണ്ടി സാധിച്ചു. പിന്നെ 5 കൊല്ലക്കാലം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്താണ് പഠിച്ചത്. പിന്നീട് 5 വർഷക്കാലം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായ കിതാബുകളൊക്കെ അവിടെ വാഴക്കാട് ദാറുൽ ഉലൂമിൽ നിന്നാണ് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥയുടെ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദിൻ്റെ കീഴിൽ പഠിക്കുവാനും അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുവാനും സാധിച്ചു. ഇടക്കാലത്ത് ഈ 10 വർഷത്തിനിടയിൽ 5 വർഷം ഉപ്പായുടെ അടുത്ത് പഠിച്ചു. 5 വർഷക്കാലം വാഴക്കാട് ദാറുൽ ഉലൂമിലും പഠിച്ചു. വാഴക്കാട് ദാറുൽ ഉലൂമിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഇടക്കാലത്ത് ചില അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് നാട്ടിൽ 1-2 വർഷം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഒരു ബ്രേക്ക് വേണ്ടി 5 വർഷത്തിന് 3 വർഷം കഴിഞ്ഞ് ഇടക്കാലത്ത് 2 വർഷം ഇവിടെ സ്വന്തം നാട്ടിൽ കോടമ്പാഴ ദർശിൽ ബഹുമാനപ്പെട്ട മേടത്തിൽ ബിരാംഗംസിൻ്റെ പ്രമുഖം അവറുകളുടെ അടുക്കൽ 2 വർഷം പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും പഠനം തുടരുവാൻ വേണ്ടി 2 വർഷം വാഴക്കാട്ടേക്ക് തന്നെ പോകാനുണ്ടായിരുന്നു. ഈ കാലയളവിൽ സംസ്ഥയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥയുടെ ആശീർവാദത്തിൽ തന്നെയാണ് വാസ്തവത്തിൽ പഠിച്ചു കൊണ്ടിട്ടുള്ളത്. ഈ സമസ്തയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഗുരുപരമ്പരയാണല്ലോ, സമസ്തയുടെ സനദ് എന്ന് പറയുന്നത്. ഉസ്താദിൻ്റെ വ്യക്തി ജീവിത യാത്രകൾ കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഗുരുപരമ്പരയും അതിൻ്റെ അറിവിൻ്റെ ശക്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സനദുകളെക്കുറിച്ച് ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രധാന ഗുരു ഒന്ന് എൻ്റെ പിതാവ്, വന്യപിതാവാണ്. വന്യപിതാവിൻ്റെ പരമ്പര പൊന്നാനി മശായിഖന്മാരുടെ വഴിക്കാണ്, അത് ഉസ്താദുമാരുടെ കഴിക്കുന്നത്. അതിൽപ്പെട്ട അവസാനത്തെ കഴിഞ്ഞ പൊന്നുംകെട്ട എന്ന് പറഞ്ഞ ഉസ്താദുണ്ടായിരുന്നു, കരുന്തീറ്റി ദർശനത്തിയിരുന്ന. അങ്ങനെ എൻ്റെ ഉപ്പായുടെ ഭാഗത്തിൽ കൂടിയുള്ള പരമ്പര അങ്ങനെ അങ്ങോട്ട് പൊന്നാനി വഴിക്കാണ് പോകുന്നത്. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട അവസാനത്തെ ഉസ്താദ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവറുകൾ, മഹാനവറുകളുടെ പരമ്പര. അങ്ങനെ ശൃംഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മുട്ടുന്ന പരമ്പര, അതിൻ്റെ സനദ് നമ്മുടെ കയ്യിലുണ്ട്. ആ സനദ് തന്നെ നമ്മുടെ കുട്ടികൾക്ക് സനദായിട്ട് പ്രത്യേകമായിട്ട് സർട്ടിഫിക്കറ്റിന് പുറമെ സനദായിട്ട് ദാറുൽ മാരിഫിൽ പഠിച്ച് ഇർഫാനി കോഴ്സ് പൂർത്തിയായി പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. മഹാരഥന്മാരായിട്ടുള്ള അവരുടെ ഷെയ്ഖുമാർ പരമ്പര, അങ്ങനെ അനുസ്വരം ശൃംഖലയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ മുട്ടുന്ന പരമ്പരയുണ്ട്. അപ്പോൾ ആ ശൃംഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പരമ്പരാഗതമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ശൃംഖലയായിട്ട് എന്താന്ന് പറഞ്ഞാൽ വഴിക്ക് വഴിയായിട്ട് കെട്ടിയിട്ടുള്ള പ്രകാശസ്വരണി, അതിൻ്റെ കാലവും കഴിയുന്നതോറും അതിൻ്റെ ശക്തിയും പവറും കുറയുമെങ്കിലും ഒരു നേരിയ അളവെങ്കിൽ ഇതിൻ്റെ പ്രകാശം അവശേഷിക്കുമല്ലോ. അങ്ങനെ ആ രീതിയിൽ കിട്ടിയ പാരമ്പര്യമുള്ള ഇൽമാണ് നമ്മുടെ ഇൽമ. മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ ആളുകൾക്ക്, അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞെങ്കിൽ മറ്റ് വിദായി പ്രസ്ഥാനക്കാർക്കൊന്നും അങ്ങനെയുള്ള സനദിൻ്റെ പാരമ്പര്യമില്ല.
അവരുടെ സനത് ശരിയായ രീതിയിലൊക്കെ റസൂലുള്ളാഹികളുമായി മുട്ടിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. പുതുപുത്തനായിട്ട് ആരെങ്കിലൊക്കെ ഇടക്കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളും ആശയങ്ങളും ആദർശങ്ങളുമാണ് അവർ ഉൾക്കൊള്ളുന്നതും പ്രചരിപ്പിക്കുന്നതും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ശരിയായ മശായിഖന്മാരുടെ ശൃംഖലയോടുകൂടി തന്നെ ഇൽമു പകർന്നെടുക്കുവാൻ സാധിച്ചു, ഗുരുമുഖത്തിൽ നിന്ന് പകർന്നെടുക്കുവാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഉസ്താദ് പറഞ്ഞതിൽ സനദിൻ്റെ പ്രാധാന്യം പറയുകയുണ്ടായി. ഉസ്താദ് പഠിച്ച ഈ ഗുരുക്കന്മാരിൽ സമസ്തയുടെ പാരമ്പര്യത്തെ ശക്തമായി പ്രതിഫലിപ്പിച്ച വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു? അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു പറയാമോ? ഈ പഠിച്ച ഗുരുനാഥന്മാരുടെ കൂട്ടത്തിൽ സജീവ സംഘടനാ പ്രവർത്തകർ വല്ലാതെ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സംസ്ഥയുടെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ടവരെ പങ്കെടുപ്പിക്കേണ്ട പരിപാടികളിലും മഹാസമ്മേളനങ്ങളിലും മുഷാവറകളിലും ഒക്കെ പങ്കെടുപ്പിക്കും. സജീവ രംഗത്ത് ബഹുമാനപ്പെട്ടവരുടെ ഇറങ്ങാറില്ല. അതുപോലെ തന്നെ എൻ്റെ മറ്റു ഉസ്താദുമാരും സമസ്തയുടെ പ്രണേതാക്കളും സമസ്തയുടെ അനുയായികളുമായിരുന്നു, സമസ്തയെ പിന്തുടരുന്നവരുമായിരുന്നു, സമസ്തയെ അംഗീകരിക്കുന്നവരുമായിരുന്നു. പക്ഷെ സജീവ രംഗത്ത് അവരങ്ങനെ സമസ്തയുണ്ടായിരുന്നില്ല. ഉസ്താദ് പറഞ്ഞ ഈ മഹത്തായ ഉസ്താദുമാർ, മശായിഖ്മാർ, അവരിൽ നിന്ന് ലഭിച്ച ഇന്നും ഉസ്താദിനെ പ്രചോദിപ്പിക്കുന്ന ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു ദർശനമോ ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? അതായത് ഗുരുവര്യന്മാരിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഉപദേശം, അവരുടെ നിർദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് പഠിക്കുക, പഠിച്ചനുസരിച്ച് അമലി ചെയ്യുക, നിഷ്കളങ്കമായിട്ട് സേവനം ചെയ്യുക എന്നതാണ്. മഹാന്മാരായ ഗുരുവര്യന്മാരിൽ നിന്ന് കിട്ടിയ ഇൽമു തദനുസാരം അത് ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കാൻ ശ്രമിക്കുകയും അധ്യയനത്തിലും അധ്യാപനത്തിലും സേവനത്തിലുമെല്ലാം നിഷ്കളങ്കത പുലർത്തുകയും ചെയ്യുന്ന സന്ദേശമാണ് ഉസ്താദിനെല്ലാം കിട്ടിയിട്ടുള്ളത്. സമസ്തയെ നിലനിർത്തിയത് ഒരു കേവല സംഘടനാ പാഠവുമല്ല, മറിച്ച് ഉലമാക്കളുടെ ഇൽമും ഇഖ്ലാസും അദബുമൊക്കെയാണ് എന്ന് പറയാറുണ്ട്. അതിന് ഉസ്താദ് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? സമസ്ത നിർത്തിയത് കേവലമായ പാണ്ഡിത്യമല്ല, കേവലമായ പ്രസംഗമോ അല്ല, കേവലമായ എഴുത്തുമല്ല. നേരെ മറിച്ച് എന്താന്ന് പറഞ്ഞാൽ അവർ വളരെ ഒരു വിധത്തിലുമുള്ള ഉൾനാട്യമോ അഹങ്കാരമോ ഇല്ലാതെ വിനയാന്വിതരായിരുന്നു. മാത്രമല്ല അവരുടെ എല്ലാ സേവനത്തിലും നിഷ്കളങ്കത പാലിക്കുന്നവരായിരുന്നു. മാതൃകാപരമായ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ഇതാണ് ജനങ്ങളിൽ എന്താണ് വലിയ അട്രാക്ഷൻ ഉണ്ടാക്കി തീർത്തത്. ജനങ്ങളെ ഹഠാത് ആകർഷിക്കുന്ന മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരുന്നു അവരെല്ലാം. അപ്പം കേവലമായിട്ടുള്ള ഒരു സംഘടനാ പാഠവും എന്നതിലുപരിയായിട്ട് പാണ്ഡിത്യം, നിറപാണ്ഡിത്യവും അതുപോലെ തന്നെ നിഷ്കളങ്കമായിട്ടുള്ള സേവനവും അവരുടെ വിനയവും ജനങ്ങളോടുള്ള വിനയാന്വിതമായ സമീപനവും ജനമധ്യത്തിൽ അവർക്ക് പാണ്ഡിത്യത്തിലൂടെയും ആത്മീയതയോടും ചിത്താൻ സാധിച്ചിട്ടുള്ള സ്വാധീനവും ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശസ്തിക്കും നിലനിൽപ്പിനും കാരണമായിട്ടുള്ളത്. ഉസ്താദ് പറഞ്ഞു, പഴയകാല പണ്ഡിതന്മാർ, സമസ്തയുടെ ഉലമാക്കൾ, അവരുടെ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ജനങ്ങളോടുള്ള സേവന തൽപരതയും വിനയും ഒക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കൈമുതലെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ ദീനി വിദ്യാർത്ഥികൾ സമസ്തയുടെ ഈ അറിവ് പാരമ്പര്യത്തിൽ നിന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഉസ്താദ് കരുതുന്നത്? അതായത് പഠിക്കേണ്ടത് ഒന്നാമതായിട്ട് മുത്താലാശീലം, പണ്ഡിതന്മാരുടെ വായനാശീലം, മുത്താലാശീലം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത്. വായനാശീലം, മുത്താല എന്ന് പറയുന്നത്. അതുപോലെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് കാണിച്ച് മാതൃകാപരമായി കാണിച്ചിട്ടുള്ള വിനയം, അതുപോലെ തന്നെ സേവനമനസ്ഥിതി, ഇങ്ങനെയുള്ളതായ മഹത്തായ ഗുണങ്ങളാണ് നാം അവരിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. പിന്നെ ഒരു വ്യക്തിയുടെ ഗുരുക്കന്മാരെ മനസ്സിലാക്കിയാൽ അദ്ദേഹം നിലനിൽക്കുന്ന പാരമ്പര്യത്തിൻ്റെ ചരിത്രം കൂടുതൽ വ്യക്തമായി വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഇനി സമസ്തയുടെ 100 വർഷത്തെക്കുറിച്ചുള്ള ഉസ്താദിൻ്റെ ഒരു സമഗ്രമായ വായന എങ്ങനെയാണ്? അതിൻ്റെ ഒരു സംക്ഷിപ്തം കേട്ടാൽ നന്നായിരുന്നു. നിലവിൽ വരുന്ന സംഘടനകളിൽ പലതും വലുതായി തുടങ്ങുകയും പിന്നീട് ഗ്രാജ്വലി ചെറുതായി പോവുകയും ചിലപ്പോൾ നാമാവശേഷമായി പോവുകയും ചെയ്തതായ അനുഭവങ്ങളാണ്. പല സംഘടനകളും തുടക്കത്തിൽ വലിയ പളവളപ്പ് കാണിക്കും, അങ്ങനെ വലുതായി തുടങ്ങുകയും ക്രമേണ അത് ചെറുതായി പോവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നു. അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നിലപാട് അങ്ങനെയല്ല. അത് ചെറുതായി തുടങ്ങുകയും ലളിതമായി തുടങ്ങുകയും പിന്നീട് ഗ്രാജ്വലി അത് വളർന്ന് പന്തലിച്ച് എല്ലാ മേഖലകളിലേക്കും വികസിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ അതിർവരമ്പുകൾ കടന്നതിൻ്റെ സേവനം വാദ്യ ലെവലിലെത്തുകയും വിദേശത്തേക്ക് പോലും അതിൻ്റെ ടോപ്പ് സ്റ്റഡി എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അവസരോചിതമായിട്ട് കീഴടക്കങ്ങൾ മറ്റുണ്ടാക്കുവാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും സാധിച്ചു. ഇത് ആണ് സംസ്ഥയുടെ പ്രധാനമായ പുരോഗതിയുടെ ലക്ഷണം. സംസ്ഥയുടെ ആവിർഭാവത്തിൽ തന്നെ
പ്രധാനമായിട്ടും ബിദഅകളെ പ്രതിരോധിക്കുക എന്നുള്ളൊരു കാര്യം ഉസ്താദ് പറയുണ്ടായി. ഇപ്പം പുതിയതായിട്ട് കേരളത്തിൽ നമുക്ക് കേട്ട് ശീലമില്ലാതെ ഷിയാക്കളുടെ ചില വാദങ്ങൾ പലയിടത്തു നിന്നായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ സമസ്തയ്ക്ക് ഷിയാക്കളെ കൂടി പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യം വരുമോ? ഇത് ചോദിക്കാനൊരു കാരണമുണ്ട്. ഈ അടുത്ത് ഒരു വ്യക്തി പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചുകൊണ്ട്. അദ്ദേഹം മാത്രമല്ല, കേരളത്തിലുള്ള പല കള്ളത്തരീക്കത്തുകാരും മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ ഒരു വ്യക്തിവിരോധത്തോടു കൂടി പെരുമാറുകയും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളായ സ്വഹാബത്തിൻ്റെ ചരിത്രം സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുണ്ടായി. ആദരണീയരായ ഉസ്താദ് അവറുകളുടെ അൽ ഖിലാഫത്തുൽ ഉമവിയ എന്ന മദ്രസയിലേക്ക് വേണ്ടി എഴുതിയ ഈ കിതാബും ഇന്നിപ്പോൾ അത് ഹയർ സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കിതാബാണ്. ഇതിൽ ആമുഖത്തിൽ തന്നെ ആദരണീയരായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വളരെ മനോഹരമായി ഉസ്താദ് എഴുതിയത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ ഉസ്താദ് അവറുകൾ ഇതിൽ പറയുന്നുണ്ട്, ആദരണീയരായ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാകുമ്പോൾ അവരുടെ സഹോദരനായ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അവർ നമ്മുടെ അമ്മാവനാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം അവരെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതാക്കണമെന്നുള്ള രൂപത്തിൽ ഉസ്താദ് അവറുകൾ അവരുടെ ചരിത്രം വിശദമായി തന്നെ ഇവിടെ പറയുണ്ടായി. അപ്പോൾ എന്നിട്ടും നമ്മൾ അത്തരം ചരിത്രം സമസ്ത പഠിപ്പിക്കുന്നില്ല എന്നും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെ അവർ താറടിച്ച് കാണിക്കുകയും യഥാർത്ഥ ചരിത്രം മറ്റൊന്നാണെന്ന് പറഞ്ഞ് ഷിയാ ചരിത്രം ഇവിടെ പ്രചരിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഒരു പക്ഷേ നേരത്തെ തന്നെ അതൊക്കെ മുൻകൂട്ടി ദർശനം ചെയ്ത് നമ്മുടെ ഉസ്താദുമാർ, വിശേഷിച്ചും ഉസ്താദ് അവറുകൾ നേരത്തെ തന്നെ മനോഹരമായ രൂപത്തിൽ അവരുടെയൊക്കെ ചരിത്രങ്ങൾ എഴുതി വെച്ചത് ഇതിൽ കാണാൻ പറ്റി. അതിനെ ഒന്ന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. അതായത് നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ചും വിദേശികൾ പലരും വന്നെങ്കിലും ഷിയാക്കൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഷിയാക്കൾ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളക്കരയിൽ അങ്ങനെ ഷിയാക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷിയാക്കളെ പ്രത്യേകമായി എടുത്തു പറയുകയോ വിമർശിക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ അഖിലയുടെ ഭാഗമായതുകൊണ്ട് ഷിയ പ്രസ്ഥാനം ഉടലെടുത്തത് എങ്ങനെ, അവരുമായുള്ള സംവാദങ്ങൾ എങ്ങനെയായിരുന്നു സഹാബത്തിന് ഉണ്ടായിരുന്നത്, സമീപനം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ മറുപടി എന്താണ് ഉണ്ടായിരുന്നത്, നമ്മുടെ ചരിത്രത്തിൻ്റെ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചരിത്രം നാം പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നു സയ്യിദുൽ ബഷറിലൂടെ. പിന്നീട് അൽ ഖിലാഫത്തുർ റാഷിദിലൂടെ 4 ഖലീഫമാരുടെ ചരിത്രം പഠിപ്പിക്കുന്നു. അവിടെ അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രം വരുമ്പോൾ ഷിയാക്കളെക്കുറിച്ചുള്ള പ്രസ്താവനയും അവിടെ ഭാഗത്തുള്ള ഖണ്ഡനവും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഖവാരിജിനെക്കുറിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അവരുടെ വാദത്തെക്കുറിച്ചും അവരുടെ ഖണ്ഡനത്തെക്കുറിച്ചും ലളിതമായ എണ്ണം വരുന്നുണ്ട്. പിന്നീട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സുവർണ്ണകാലം കഴിഞ്ഞതിന് ശേഷം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലഘട്ടമാണ് സുവർണ്ണകാലം. അവിടെ 4 ഖലീഫമാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഉമവിയ്യ ഭരണകാലഘട്ടമാണ്. അവിടെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ സന്താന പരമ്പരയിലാണ് ഉമവിയ്യ ഭരണകർത്താക്കൾ വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഉമവിയ്യ ഭരണകാലത്തെക്കുറിച്ച് 91 വർഷത്തെ നീണ്ട ഭരണത്തെക്കുറിച്ച് പ്രത്യേകമായ ഒരു കിതാബിൽ തന്നെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദർസുകളിൽ ദഅവകളിലും പഠിപ്പിക്കുന്നുണ്ട്. അൽ ഖിലാഫത്തുൽ ഉമവിയ്യ എന്ന പേരുള്ള കിതാബിൽ തന്നെ ഉമവിയ്യ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്തായ വ്യക്തിത്വം വരച്ചു കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി ഇതിൽ വരുന്നുണ്ട്. കെർബലായുടെ സാഹചര്യവും അതിലുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള നിവാരണവും വളരെ വ്യക്തമായി സ്പഷ്ടമായി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹുവിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഉന്നത ശീർഷനായ മഹാനായ സ്വഹാബിയാണ്. ദീർഘകാലം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിട്ടുള്ള മഹാനായ വ്യക്തിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു സർവാത്മന ഭരണം മഹാനവറുകളെ ഏൽപ്പിച്ചു കൊടുത്തത് ചരിത്ര സംഭവമാണ്. അദ്ദേഹം അങ്ങനെ ഒരു വഴിപഴിച്ച ആളോ അതുപോലെ തന്നെ അഹ്ലുബൈത്തിന് വിരുദ്ധനുമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിയുടെ പൗത്രനായ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ 6 മാസത്തെ ഭരണത്തിന് ശേഷം സർവാത്മന ഭരണം മുആവിയ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുമായിരുന്നില്ല. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പരമാപക്ഷമാണ്. നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനവറുകളുടെ ശരിയായ വ്യക്തിത്വം അനാവരണം ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾക്കൊക്കെ മറുപടിയും സംക്ഷിപ്തമായി നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം.
അപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഷിയാക്കളടക്കമുള്ള വിദ്യാർത്ഥികാരെ പ്രതിരോധിക്കുന്നതിൽ സമസ്തയുടെ ദീർഘദൃഷ്ടി നമുക്ക് ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ തന്നെ മദർസയിലെ പുസ്തകങ്ങളിലൂടെയും കിതാബുകളിലൂടെയും മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഘട്ടത്തിൽ സമസ്തയുടെ രൂപീകരണം കേരള മുസ്ലിം സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ ചരിത്രപരമായ നേട്ടം എന്താണെന്നാണ് ഉസ്താദ് മനസ്സിലാക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമുഖങ്ങളായ നേട്ടങ്ങൾ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായ നേട്ടം ഒന്നാമതായിട്ട് പണ്ഡിതന്മാരെ ഏകീകരിച്ചു എന്നതാണ്. സമസ്ത വരുന്നതിന് മുമ്പ് ഒരു പണ്ഡിതനും അയാളുടെ ദർസും അയാളുടെ മുത്തല്ലിമുകളും ഒരു സംഘം ഇവിടെ, വേറെ ഒരു ദർസും ഒരു മുദ്ദീസും അയാളുടെ അനുയായികളും വേറെ, ഒരു തെരീക്കത്തിൻ്റെ ഷെയ്ഖും അയാളുടെ വലുതുമാരും വേറെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പരസ്പരം ഏറ്റുമുട്ടലുകളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ളൊരു വൈവിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വന്നപ്പോൾ ഒന്നാമതായിട്ട് ചെയ്തിട്ടുള്ള വലിയ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ ഏകീകരിച്ചു എന്നതാണ്. മറ്റൊന്ന് എന്താണെന്ന് വിദേഹത്തിൻ്റെ മുന്നേറ്റം തടുത്തു നിർത്തി, അണകെട്ടി തടുത്തു നിർത്തി എന്നതാണ്. വിദേഹത്ത് വാസ്തവത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ഒറ്റയടിക്ക് തന്നെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ അവിടെ കീഴായി പോകുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. അത്രയ്ക്ക് ശക്തമായ രീതിയിലാണ് അവർ വന്നിരുന്നത്. ശുദ്ധ ഭാഷയിൽ പ്രസംഗിച്ചുകൊണ്ട് ശുദ്ധ ഖുർആനൊക്കെ ഓടി തിരുസുന്നത്ത് ഓടിക്കൊണ്ട് അവർ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ നിരപരാധികളായ ഉയരം കുറഞ്ഞതായ ആളുകളൊക്കെ വശംപതരായി പോയിട്ടുണ്ട്. അതിനെ തടയിട്ടുകൊണ്ട് തടുത്തു നിർത്തുവാൻ, വിദഗ്ധത്തിൻ്റെ അപ്രതിഹതമായ മുന്നേറ്റത്തെ തടുത്തു നിർത്തുവാൻ സാധിച്ചത് സംസ്ഥയിലൂടെയാണ്. അതുപോലെ തന്നെ മതവിദ്യാഭ്യാസ രംഗം വ്യവസ്ഥാപിതമാക്കിയതും സംസ്ഥയാണ്. ഒരു ഏകീകൃത രീതിയിൽ എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേക സിലബസും പരീക്ഷയും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് മതവിദ്യാഭ്യാസ രംഗം ഏകീകരിക്കുവാൻ സംസ്ഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥ കൊണ്ട് സംജാതമായിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു കേവല സംഘടന എന്നതിനപ്പുറം കേരള മുസ്ലിം ജീവിതത്തിൻ്റെ ഒരു ഘടന നിർണയിച്ചത് സമസ്തയാണെന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും വാഴുകളിലൂടെയും അതുപോലെ തന്നെ മദ്രസയിലൂടെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുമ്പോൾ, എന്നാൽ മുതിർന്ന ആളുകളെ ഇപ്പോൾ വാഴുകളിലൂടെയും പ്രത്യേകിച്ചും റമദാൻ മാസത്തിലും മറ്റൊക്കെയുള്ള വാഴുകളിലൂടെയൊക്കെ സംസ്കരിച്ചും മറ്റൊക്കെ അതിന് നേതൃത്വം കൊടുത്ത് സമസ്ത കേരള മുസ്ലിം ജീവിതത്തിൻ്റെ ഒരു ഘടന തന്നെ നിശ്ചയിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? അതെ, അതായത് മുസ്ലിമുകളായ ആളുകൾ പ്രകൃതിയെ തന്നെ ആഗ്രഹിക്കുന്ന സംഗതി, അവരുടെ ദാഹജലം നൽകിയത് സമസ്തയാണ്. അതായത് കേവലം ഭൗതിക സംഘടനകൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല ഈ പണ്ഡിത സംഘടന പ്രവർത്തിച്ചു തുടങ്ങിയത്. ജനങ്ങൾ പ്രകൃതിയെ ദാഹിക്കുന്നു ആത്മീയതയ്ക്ക് വേണ്ടി, ആ ആത്മീയത സമുദായത്തിന് നൽകി. അതുപോലെ തന്നെ ജനങ്ങൾ ഭക്തി ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നു, ആ ഭക്തി ജനങ്ങൾക്ക് നൽകി. അതുപോലെ തന്നെ മാതൃകാ ജീവിതം, അങ്ങനെ പണ്ഡിതന്മാരുടെ സംഘടിതമായ രൂപത്തിലുള്ള മാതൃകാ ജീവിതം ഒപ്പിയെടുത്ത് ജീവിതത്തിലേക്ക് പകർത്തി ജനങ്ങളിൽ സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥയുടെ രൂപീകരണ സാഹചര്യവും അതിലെ ഉലമാക്കളുടെ സംഭാവനകളൊക്കെ ഉസ്താദ് വിശദീകരിച്ചു. ഇതിൽ തൂലിക കൊണ്ടും അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ കൊണ്ടൊക്കെ കേരളീയ മുസ്ലിങ്ങളിൽ അവർ വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി. എന്നാൽ 100 വർഷത്തെ സമസ്തയുടെ യാത്രയിൽ ബാവുസ്താദിനെ വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘട്ടമോ ഒരു പണ്ഡിതനോ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതൊന്ന് പരാമർശിച്ചാൽ നന്നായിരുന്നു. നമ്മുടെ സംസ്ഥയുടെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ പലരും പല മഹത്തായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ സേവനങ്ങൾ, ചില ആളുകൾ പ്രസംഗത്തിലൂടെ, ചിലർ സംവാദത്തിലൂടെ, ചിലർ എഴുത്തിലൂടെ, ഗ്രന്ഥരചനയിലൂടെ വ്യത്യസ്ത സേവനം ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ അവർകൾ. നമ്മുടെ സുന്നി കേരളത്തിൽ മഹാനവറുകൾ നടത്തിയ പടയോട്ടം വളരെ പ്രസിദ്ധമാണ്. ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത്, സ്വന്തമായൊരു മോട്ടോർ ബൈക്ക് പോലും ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നില്ല. എല്ലാ അസൗകര്യങ്ങളും അവഗണിച്ചുകൊണ്ട് നിസ്വാർത്ഥമായിട്ട് വിധികെട്ടുകാരെയും മോഡേണിസ്റ്റുകളൊക്കെ പ്രതിരോധിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ അവർകൾ. ധാരാളം ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്, വഹാബികൾക്കെതിരെ ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്, ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഹ്ലു ഖുർആനുമായി വാദപ്രചാരണം നടത്തിയിട്ടുണ്ട്, ചേകനൂരുമായിട്ട് വാദപ്രചാരണം നടത്തിയിട്ടുണ്ട്. ചേകനൂർ തന്നെ അയാൾ മരിക്കും മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്, ഹസൻ മുസ്ലിയാരും ഞാനുമായിട്ട് 14 വേദികളിൽ സംവാദം നടത്തിയിട്ടുണ്ടെന്ന്.
14 തവണ ഒരു വ്യക്തിയുമായിട്ട് തന്നെ ആരും ഏറ്റുമുട്ടാൻ ഭയപ്പെടുന്ന ആളാണ്. ഭയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേപ്പരയില്ലാത്തവന് എന്ത് തീപ്പരിയും ചോദിച്ചതുപോലെയുള്ള ഒരാളായതുകൊണ്ടാണ്, ലഘുലഗാനില്ലാത്ത ആളായതുകൊണ്ടാണ് നേരിടാൻ പലരും ആശങ്കിച്ചത്. അതേ അവസരം ഇ കെ ഹഷം മുസ്ലിയാർ എന്താണെന്ന് പറഞ്ഞാൽ ഏത് വഴിക്കാണോ തെളിക്കുന്നത് ആ വഴിക്ക് പോയിട്ട് തന്നെ പരാജയപ്പെടുത്താൻ നോക്കുന്ന ആളാണ്. ഖുർആൻ മാത്രം സ്വീകരിക്കുന്നതിന് ഖുർആൻ മാത്രം, ഖുർആനിനെതിരില്ലാത്ത ഹദീസെ സ്വീകരിക്കുന്നതിന് അത്. അങ്ങനെ എന്താണോ സമ്മതിച്ചു കൊടുത്തിട്ട് ആ രീതിയിൽ തന്നെ കൊണ്ടുപോയി ഉത്തരം മുട്ടിച്ച് ജനങ്ങൾക്ക് തെളിയിച്ച് കൊടുക്കുന്ന രീതിയായിരുന്നു ഹഷം മുസ്ലിയാരുടേത്. അങ്ങനെ അഖിൽ ഖുർആനുമായുള്ള വാദപ്രതിവാദം നടന്നു. പിന്നെ കരുനാഗപ്പള്ളി അബ്ദുസ്സലീം മൗലവി പ്രസിദ്ധനായ ഒരു വാഗ്മിയായിരുന്നു. തെക്കൻ കേരളത്തിലാണ് കൂടുതൽ അദ്ദേഹം വിരാജിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് നമ്മളെ വടക്കൻ കേരളത്തിലേക്കും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകൾ 3 വക്ത് നിസ്കാരം മാത്രമേ ഉള്ളൂ, അത്രയും നിർവഹിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും കബളിപ്പിച്ചു. സാധാരണക്കാരായ വിവരം കുറഞ്ഞ ആളുകൾ അതിൽ വശംവദരായിപ്പോയി. ആ സമയത്ത് പലരും മെനക്കെട്ടിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം വന്ന് ഇ കെ ഹഷം മുസ്ലിയാരെ ക്ഷണിക്കുകയും ഇ കെ ഹഷം മുസ്ലിയാരെ കൊണ്ടുപോയി അവരുമായിട്ട് സംവാദത്തിന് വേദിയൊരുക്കുകയും ചെയ്തു. വേദിയിൽ ഖുർആൻ മാത്രമേ സ്വീകരിക്കൂ എന്ന വാദമാണ് അവർക്കുള്ളത്. ഓക്കെ, ഖുർആൻ മാത്രം എന്ന് അദ്ദേഹം സമ്മതിച്ചു. അവിടെ ഒന്നാമത്തെ ചോദ്യം, 5 വക്ത് നിസ്കാരം, നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്നവരാണല്ലോ, 5 വക്ത് നിസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? ഇ കെ ഹഷം മുസ്ലിയാർ പറഞ്ഞു, തീർച്ചയായിട്ടും തെളിയിക്കാൻ സാധിക്കും. ഹാഫിലു അല സലവാത്തി വസ്സലാത്തിൽ ഉസ്താ വഖൂമു ലില്ലാഹി ഖാനിറ്റീൻ ഖുർആനോടി. ഹാഫിലു അല സലവാത്തി, നിങ്ങൾ നിസ്കാരങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അറബിയിൽ അക്കല്ലുൽ ജമ്മി ബഹുവചനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് എന്താണെന്ന് പറഞ്ഞാൽ ഇസ്നാനി എന്നാണ്, അല്ല സലാസ എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഹസ്സലവാട്ട് എന്നതിൽ 3 വക്ത് പെട്ടു. പിന്നെ വസ്സലാത്തിൽ ഉസ്ത എന്നത് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ അസ്ർ നിസ്കാരം എന്നത്. അപ്പോൾ അസ്ർ നിസ്കാരം, അപ്പം 4 വക്തായി. വഖൂമു ലില്ലാഹി ഖാനിറ്റീൻ, നിങ്ങൾ കുനൂത്ത് വഴി നിസ്കരിക്കുക, സുബഹി നിസ്കരിക്കുക എന്നും തഫ്സീർ വന്നിട്ടുണ്ട്. അപ്പോൾ വഖൂമു ലില്ലാഹി ഖാനിറ്റീൻ എന്ന് പറയുന്നത് സുബഹി നിസ്കാരവും. അങ്ങനെ 5 വക്ത് ഖുർആൻ കൊണ്ട് തെളിയിച്ചു പ്രഖ്യാപിച്ചപ്പോൾ സദസ്സ് തക്ബീർ ചൊല്ലി പാസാക്കുകയും അങ്ങനെ ഈ അഹ്ലുൽ ഖുർആൻ്റെ വാദമോടെ തകർന്ന് തരിപ്പണമാകുകയും ജനങ്ങൾ സന്തോഷപൂർവ്വം പിരിഞ്ഞു പോവുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെ എതിരാളികളെ ഏത് രീതിയിലാണോ, ഏത് ആയുധം കൊണ്ടാണോ അത് നേരിടാൻ അവർ ആഹ്വാനം ചെയ്യുന്നത്, ആ ആയുധം എടുത്തുകൊണ്ട് തന്നെ നേരിടുകയും വരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ അദ്ദേഹമായിരുന്നു, വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഇ കെ ഹഷം മുസ്ലിയാർ. ലളിതമായ ജീവിതം, അതാണ് അവിടെ വളരെ ആകർഷമായി. ഇത്രയും വലിയ സേവനം ചെയ്തിരുന്ന മഹാൻ, അദ്ദേഹത്തിന് സ്വന്തമായ കാറോ സ്വന്തമായിട്ടുള്ള ഒരു വാഹനമോ വേറെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സംഘാടകരെ വണ്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞോ കാർ കൊണ്ടുവരണമെന്ന് തന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. അദ്ദേഹം സാധാരണക്കാരനെ പോലെ സാധാരണ ബസ്സിലും മറ്റും യാത്ര ചെയ്യുന്ന ആളായിരുന്നു. എത്തിയടുത്ത് ഒരു പള്ളിയിലോ മറ്റോ കിടന്ന് നേരം പുലർന്നാൽ തൻ്റെ ദർസിലേക്ക് പതിപോലെ എത്തുന്ന, ദർസ് മുടങ്ങാതെ ദർസ് നടത്തുകയും ചെയ്യുന്ന മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ സ്ഥാനപതികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, എല്ലാ സേവനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഉസ്താദ് അവർ ഇവിടെ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ അവരെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അവരൊക്കെ ഒരുക്കിയ ഒരു നിലം, ആ നിലത്ത് പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വിദ്യാഭ്യാസ ബോർഡിനും ഒക്കെ ശക്തമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഉസ്താദ് അവർ ഏറ്റെടുക്കേണ്ടി വന്നു. അതിൽ പല ഗ്രന്ഥങ്ങളുണ്ട്, നേരത്തെ പരാമർശിച്ച അൽ ഖിലാഫത്തുൽ ഉമവിയ, ഖിലാഫത്തുർ റാഷിദ. അതുപോലെ തന്നെ അതിൽ വളരെ ശ്രദ്ധേയമായൊരു കൃതിയാണ് സയ്യിദുൽ ബഷർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഒരു കൃതി ഉസ്താദ് അവർ രചിക്കുകയുണ്ടായി. അതിലൊരുപാട് എഡിഷനുകൾ ഇപ്പോഴിറങ്ങി. കൂട്ടത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ട് വിദേശത്ത് നിന്ന്, ഈജിപ്തിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതിൻ്റെ ഒരു പതിപ്പിറങ്ങ് കൂടി ചെയ്യുകയുണ്ടായി. അതിൽ ഉസ്താദ് അവർ ആമുഖത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലെ സഹീഹായ സീറ ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ നടത്തിയെന്ന ചില പരാമർശങ്ങൾ ആമുഖത്തിൽ കാണുന്നുണ്ട്. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതായത് ചരിത്ര ഗ്രന്ഥങ്ങൾ, പൂർവ്വകാല ചരിത്ര ഗ്രന്ഥങ്ങൾ പലതും പരിശോധിച്ചാൽ സനദ് സഹിതമാണ് വിവരിക്കുന്നത്. നിവേദക ശൃംഖലയോടുകൂടിയാണ് പറയുക. ഉദാഹരണമായിട്ട് ഏറ്റവും പ്രാചീനമായ ചരിത്ര ഗ്രന്ഥമാണ്, ആധികാരികമായ ചരിത്ര ഗ്രന്ഥമാണ് വിശ്രുത ചരിത്രകാരനായ ഇമാം തബരിയുടെ താരീഖ്. അതിൻ്റെ ആമുഖത്തിൽ തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്, ഇതിൽ ചിലപ്പോൾ സ്വീകാര്യമായതും അസ്വീകാര്യമായതും ഉണ്ടാകും. അതെന്തുകൊണ്ടെന്നാൽ എനിക്ക് കിട്ടിയ ശൃംഖലയോടുകൂടിയാണ് ഇതിൽ പറയുന്നത്, സനദോടുകൂടിയാണ് പറയുന്നത്.
സനദിലെ റിജാലിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിൽ സ്വീകാര്യമായ ആളുകളുണ്ടാകും, നിവേദക പരമ്പരയിൽ അസ്വീകാര്യരുമുണ്ടാകും. അതനുസരിച്ചുകൊണ്ട് ഇതിന് നിരൂപണം നടത്തേണ്ടതും അത് കണ്ടുപിടിക്കേണ്ടതും ഇതിൻ്റെ അനുവാചകരുടെ ബാധ്യതയാണ്. എനിക്ക് കിട്ടിയതുപോലെ ശൃംഖലയോടുകൂടി വിവരങ്ങൾ ഞാൻ ഇതിൽ കുറിക്കുന്നു എന്ന് മഹാനവകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂർവ്വകാല ഗ്രന്ഥങ്ങളൊക്കെ സനദോടുകൂടിയാണ് പറയുക. കാരണം സനദിനെക്കുറിച്ച് ശരിക്കും പഠിച്ചവരായിരിക്കും സമകാലീനരായ വിദഗ്ധരായ പണ്ഡിതന്മാർ. അവർക്കതിൽ നിന്ന് തള്ളാവുന്നതേതെന്നും കൊള്ളാവുന്നതേതെന്നും അറിയാം. പിൽക്കാലത്ത് എന്തുകൊണ്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സനദ് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. അപ്പോൾ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വിദഗ്ധരായ ആളുകൾ തഹക്കീക്ക് ചെയ്ത് ചരിത്രങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി. അക്കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരാളാണ് ഇബ്നു കസീർ. അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ ഈ നിവേദക ശൃംഖല നോക്കിക്കൊണ്ട് ഏകദേശമൊക്കെ തെർജീഹ് ചെയ്ത് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചെറിയ ചില ആരോപണങ്ങൾ വരെ ഉണ്ടെങ്കിലും അദ്ദേഹം ഏറെക്കുറെ ഈ കാര്യത്തിൽ കർക്കശം പാലിക്കുന്ന ആളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വൽക്കലം വന്നിട്ടുള്ള വലിയ മഹാന്മാരായ ആളുകൾ ഇമാം സുയൂത്തിയെ പോലുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ തന്നെ ചരിത്രകാരന്മാരുണ്ട്. അപ്പോൾ ചരിത്രകാരന്മാരുടെ കൂട്ടത്തിൽ പൗരാണിക ചരിത്ര ഗ്രന്ഥങ്ങൾ അവലംബിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു വേണം. പിൽക്കാല മുഹക്കിക്കുകൾ എങ്ങനെ വിലയിരുത്തി എന്ന് നോക്കാതെ അതിനെ അവലംബിക്കാൻ പറ്റില്ല. പിന്നെ ആധുനിക യുഗത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ചരിത്രരചന നടത്തിയിട്ടുള്ള ആളുകൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താരീഖാകട്ടെ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ താരീഖാകട്ടെ, ഉമവിയ്യാക്കളുടെ താരീഖാകട്ടെ, അബ്ബാസികളുടെ താരീഖാകട്ടെ, മറ്റ് ഉപരാഷ്ട്രങ്ങളുടെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ചരിത്രങ്ങളാകട്ടെ, അതൊക്കെ രേഖപ്പെടുത്തിയ ആളുകളിൽ ആധുനിക യുഗത്തിൽ ഏറിയ കൂറും പിന്നെ ഒന്നുകിൽ മോഡേണിസ്റ്റുകളോ അല്ലെങ്കിൽ ഓറിയൻറ്റിസ്റ്റുകളോ അതല്ലെങ്കിൽ സലഫികൾ എന്ന് പറഞ്ഞ വഹാബികളോ ആണ്. വിദഗ്ധരായ ആളുകളാണ് ഏറിയ കൂറുള്ളത്. ഷിയാക്കളുടെ ഇതുമുണ്ട്. ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ പരിശോധിക്കാതെ നിലവിലുള്ള ചരിത്രങ്ങളെ അവലംബിച്ചാൽ ഒരുപാട് അബദ്ധങ്ങൾ കൊടുക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളായ നമ്മൾ നാലാല് മദ്ഹബ് സ്വീകരിക്കുക, അശരി മത്തുരീതി തെരീക്കത്തിലൊന്ന് സ്വീകരിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ച് അതൊന്നും അംഗീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് റാജിഹായ പ്രബലമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസവുമായോ നമ്മുടെ ഫിഖുവുമായോ ഏറ്റുമുട്ടാത്ത രീതിയിൽ പിന്നെ ചരിത്രം രേഖപ്പെടുത്തുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു കിതാബുകൾ രചന നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം. 31 വാല്യം വരുന്ന നമ്മുടെ തൈശീറിൻ്റെ ശൃംഖലയേക്കാൾ കൂടുതൽ അധ്വാനം വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഈ സയ്യിദുൽ ബഷർ അൽ ഖിലാഫത്തുൽ ഉമവിയ അൽ ഖിലാഫ അതുപോലെ തന്നെ താരിഖുൽ ആലമിൽ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സീരീസ് ചരിത്രം രേഖപ്പെടുത്തുവാനും അത് എഴുതുവാനും അത്രയും അധ്വാനം വന്നിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്. എന്താണെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കിതാബിന് മാത്രം ഉദ്ധരിക്കുവാനോ ഏതെങ്കിലും കിതാബുകൾ അവലംബിക്കാനോ പറ്റുകയില്ല. അവിടെ നെല്ലും പതിരും വേർതിരിക്കേണ്ടതുണ്ട്. നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളായ ആളുകൾ തന്നെ ചില ആളുകൾ എഴുതിയ താരീഖിൻ്റെ ചില കിതാബുകളിൽ നമുക്ക് പരസ്പരം വൈരുദ്ധ്യം കാണാൻ സാധിക്കും. ശരിയായ തബീൽ നടക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ കാണാം. ചിലത് റാജിഹല്ലാത്ത മർജുഹായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ ഇവിടെയൊക്കെ വളരെ കരുതലോടുകൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ടാണ് അത്രയും ശ്രമകരമായി തീർന്നത് ഇതിൻ്റെ രചന എന്ന് പ്രത്യേകം പറയുകയാണ്. സദറുകൾ പറയണ്ടായി ഈ അറിവിൽ നെല്ലും പതിരും വേർതിരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കേരളത്തിലെയും ലോകത്തിലെ മൊത്തത്തിലുള്ള സാഹചര്യവും ആധുനിക എഴുത്തുകാരും അതുപോലെ തന്നെ ഓറിയൻ്റലിസ്റ്റുകളുമൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം. പ്രധാനമായിട്ടും വിദ്യാർത്ഥികാരുടെ അവർ അവലംബമാക്കുന്നത് ഇത്തരം റെഫറൻസുകളും മറ്റുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉസ്താദ് പറയണ്ടായി ഇവിടുത്തെ ചില മതം പഠിക്കാത്ത മാഷുമാരും മറ്റുമൊക്കെ ഇടപെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഉസ്താദ് അവർ രചനയെക്കുറിച്ച് പറയണ്ടായി. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ സമസ്തയുടെ ഈ പടയോട്ടത്തിൽ ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്കും മറ്റുമൊക്കെ ഫത്വയുടെയും അതുപോലെ തന്നെ പ്രഭാഷണത്തിൻ്റെയും ഗണനത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ ദീൻ എത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് പലപ്പോഴും തോന്നാറുണ്ട് പൊന്മള ഉസ്താദിനും അതുപോലെ തന്നെ ആദരണീയരായ പേരോട് ഉസ്താദിനും ഒക്കെ. അവരെക്കുറിച്ച് ഉസ്താദിൻ്റെ ഒരു രൂപം ഒന്ന് പറഞ്ഞു തന്നാൽ. അതായത് ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികളെയും രാഷ്ട്രീയക്കാരെയും ഒരേ സമയം പ്രതിരോധിക്കേണ്ട അവസരമുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടതുകൊണ്ടല്ല, രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയപരമായി വിമർശിച്ചതുകൊണ്ടുമല്ല, വഹാബികളുടെ തന്ത്രമായിരുന്നു അത്, സുന്നികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രം. അപ്പം രാഷ്ട്രീയത്തിൻ്റെ മൂടുപടം അണിഞ്ഞുകൊണ്ട് വിദഗ്ധക്കാർ രംഗത്ത് വന്നുകൊണ്ട് സമുദായ രാഷ്ട്രീയത്തിനെതിരാണ് യഥാർത്ഥ സുന്നികൾ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട സുന്നികളായ സുന്നികളെ സാധാരണക്കാരെ വഞ്ചിക്കുകയും അത് കാരണമായിട്ട് ഒരുപാട് ആളുകൾ നമുക്കെതിരായിത്തീരുകയും ചെയ്തപ്പോൾ ആ തെറ്റിദ്ധാരണയുടെ മുഖമറ നീക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്
ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകളും അതുപോലെ തന്നെ പൊന്മള ഉസ്താദ് അവറുകളും പേരോട് ഈ ഉസ്താദ് അവറുകൾ എന്ന ഖണ്ഡന പ്രസംഗങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനത്തെ താങ്ങി നിർത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഈ പ്രരോധിക്കുവാൻ വേണ്ടി ശത്രുക്കളെ എല്ലാവിധത്തിലുള്ള ശത്രുക്കൾ പ്രരോധിക്കുവാനും അതുപോലെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ നീക്കുവാനും നേരത്തെ പറഞ്ഞതുപോലെ ദേശത്തും വിദേശത്തും പ്രസംഗിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള വ്യക്തിയാണ് പേരോട് ഉസ്താദ് അവറുകൾ. പൊന്മള ഉസ്താദ് അങ്ങനെ തന്നെ വളരെ പണ്ഡിതോചിതമായിട്ട് ഫത്വകൾ നൽകുകയും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതുപോലെ തന്നെ കണ്ടര പ്രസംഗങ്ങൾ നടത്തുകയും പല സംവാദത്തിനും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് മാത്രമല്ല വ്യാജ തരീഖത്തുകാരുടെ കണ്ണിലെ കരടാണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകൾ. മുഖം നോക്കാതെ കാര്യം തുറയുന്നതാണ്. സത്യം തനിക്ക് മനസ്സിലായ സത്യം ഒട്ടും ഭയാശങ്കയില്ലാതെ തുറന്നു പറയുന്ന ആളാണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകൾ. അതുകൊണ്ട് തന്നെ സുന്നികൾ മാറോടണയ്ക്കുന്ന അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഈ രണ്ട് പണ്ഡിതന്മാർ അവരെ ശത്രുക്കൾക്ക് വാസ്തവത്തിൽ ദേഷ്യമാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് വേണ്ടാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി അവരെ പിന്തിരിപ്പന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരോട് വൈരാഗ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സുന്നികൾ വാസ്തവത്തിൽ ബോധവാന്മാരാകണം. നമുക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത കൂടുതൽ ത്യാഗം സഹിച്ചിട്ടുള്ള മഹാന്മാരെ നമ്മൾ തലയിലേറ്റുകയും ആശീർവദിക്കുകയുമാണ് വേണ്ടത്. അതുകൊണ്ട് ശത്രുക്കളുടെ അങ്ങനെയുള്ള ദുരാരോപണങ്ങളിൽ ഒരിക്കലും നാം പെട്ടുപോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ സാധാരണ മുസ്ലിം വീടുകളിലേക്ക് നേരത്തെ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ തന്നെ മതബോധവും അഖീദയെക്കുറിച്ചുള്ള ബോധവും എത്തിച്ചത് സമസ്തയുടെ പ്രഭാഷണ ദഅവ, പ്രധാനമായിട്ടും രാത്രിയിലെ വാഴലുകൾ, റമദാൻ മാസത്തിലും മറ്റൊക്കെ നടന്നിട്ടുള്ള വാഴലുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത് കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെ, വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ അംഗങ്ങളായവരും പ്രണേതാക്കളായവരും അതിൻ്റെ സേവകരായവരുമായിട്ടുള്ള അതിനെ അംഗീകരിക്കുന്നവരുമായ ആളുകളോ അനുയായികളോ ആയിട്ടുള്ള പണ്ഡിതന്മാർ അവർ സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകൾ നടത്തിയിട്ടുള്ള വഅദ് പരമ്പരകൾ 7 ദിവസം 10 ദിവസം 15 ദിവസം 30 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വഅദ് പരമ്പരകൾ. ഒരു മഹല്ലത്തിൽ ഒരു വഅദ് പരമ്പര നടക്കുക എന്ന് പറഞ്ഞാൽ അവർ വാസ്തവത്തിലെ വഅദ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ മഹല്ലിൽ ആ സകലം പ്രചാരണം നടക്കുന്നു. കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്ത് പോയിട്ടുള്ള പെൺകുട്ടികളൊക്കെ തന്നെ തിരിച്ചു വരുന്നു, നാട്ടിലേക്ക് വരുന്നു വഅദ് കേൾക്കാൻ വേണ്ടി. നാട് വിട്ടുപോയവർ എന്താണെന്ന് നാട്ടിലേക്ക് വരുന്നു വഅദിൻ്റെ സീസണിൽ. അவ்விധത്തിൽ ലാഭാലവൃദ്ധം സ്ത്രീ പുരുഷന്മാരും വഅദ് ഒരു സ്ഥലത്തൊരു മഹല്ലിലെ എല്ലാ ആളുകളും വഅദ് കേൾക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽക്ക് മുതിർന്ന ആളുകൾ വൃദ്ധന്മാർ വരെയുള്ള സകല ആളുകളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വഅദുകളായിരുന്നു. ദീനിൻ്റെ ഓരോ പാഠങ്ങളും അധ്യായമായി പഠിക്കുവാൻ സഹായിക്കുന്ന വഅദുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇന്നും കെടാതെ നിൽക്കുന്ന ഒരു ചെറിയ തീനാളം ഉണ്ടെങ്കിൽ, വിളക്കിൻ്റെ നാളമുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പഴമക്കാരായ ആളുകൾ എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ വലിയ കിതാബ് ഓടി പഠിച്ച ആളുകൾ പോലെ പ്രവാചകന്മാരുടെ കഥകൾ, സഹാബത്തിൻ്റെ കഥകൾ, ആരിഫ്യങ്ങളുടെ കഥകൾ, ഔലിയാക്കന്മാരുടെ കഥകൾ, അത് പല അപൂർവമായ മഷലുകൾ ഒക്കെ തന്നെ പഴമക്കാർക്ക് പറയാൻ സാധിക്കും ഈ പരമ്പര വേളകളിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക്. അങ്ങനെ നാട്ടിൽ വലിയ ഉണർവുണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു മതപ്രഭാഷണ പരമ്പര എന്നത്. ഇന്നത് ശുഷ്കിച്ച് ഇല്ലാതെയായിരിക്കുകയാണ്. പേരിന് 1-2 പ്രസംഗങ്ങൾ മാത്രം നടക്കുന്നു. 2 ദിവസത്തെ വേളാണെങ്കിൽ അത് പ്രസംഗിക്കാൻ തന്നെ 2 ആളാണ് വരുന്നത്. നേരത്തെ അങ്ങനെയല്ല. ഒരു പണ്ഡിതന് പണ്ട് മഹല്ലത്തിൽ അവിടുത്തെ പള്ളിയിലോ അതുപോലെ സ്ഥലത്തോ അദ്ദേഹം നിൽക്കുന്നു, പകൽ സമയത്ത് നിൽക്കുന്നു. നാട്ടുകാർ പത്ത് ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നത്, സംശയം ചോദിക്കാൻ വേണ്ടി വരുന്നു. അതുപോലെ തന്നെ മന്ത്രിക്കാൻ വരുന്നവർ, നൂല് മന്ത്രിക്കാൻ, വെള്ളം മന്ത്രിക്കാൻ വരുന്നവർ വരുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും രാത്രിയിലെ വയല് മാത്രമല്ല, ഒരു വലിയ നവചൈതന്യം തന്നെ ഒരു വർഷത്തിലൊരു വയല് കൊണ്ട് ആ മഹല്ലത്തിൽ ഉണ്ടാകുമായിരുന്നു. ഈ സ്ഥിതിവിശേഷം തിരിച്ചു വരണം. അതിനുവേണ്ടി നമ്മൾ ശ്രമം നടത്തേണ്ടതാണ്. സദറുകൾ പറഞ്ഞതുപോലെ മഹല്ലുകളിൽ നടന്നിരുന്ന വാഴ്, ആ വാഴ് പരമ്പരയുടെ ഒരു തുടർച്ച ഇന്ന് ഇപ്പോൾ ഇവിടെ കോടമ്പുഴ ദാറുൽ മആരിഫിൽ ഉസ്താദ് അവറുകൾ വർഷം തോറും നടത്തി വരുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നാദാപുരത്തും കുറ്റ്യാടിയിലുമൊക്കെ ഇപ്പോഴും അതിൻ്റെ തുടർച്ച നടത്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല ഭാഗങ്ങളിലും അതിൻ്റെ ചെറിയ ഉസ്താദ് പറഞ്ഞ പോലെ 1 ദിവസത്തെ 2 ദിവസത്തേക്ക് പ്രഭാഷണങ്ങളിലേക്ക് ചുരുങ്ങുകയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ക്ലാസ്സുകളിലേക്കും മറ്റുമൊക്കെ വഴി മാറിയ ഒരവസ്ഥ നമ്മളിന്ന് കാണുന്നുണ്ട്. എന്നാൽ ഉസ്താദിൻ്റെ സ്വന്തം ഈ പ്രഭാഷണ രചനാ യാത്രയിൽ സമസ്തയുടെ വേദികളോ സമസ്ത പണ്ഡിതന്മാരുടെ സംസാര ശൈലിയോ അതൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം? അതായത് നമ്മുടെ ഗ്രന്ഥരചനയ്ക്ക് പ്രേരിപ്പിച്ചത് തന്നെ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാരാണ്.
അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഗ്രന്ഥരചന തുടങ്ങിയത് തന്നെ. ഗ്രന്ഥരചന എപ്പോഴും ഉസ്താദുമാരുടെ ഇജാസത്തോടുകൂടി നടത്താൻ പാടുള്ളൂ എന്നാണല്ലോ. സ്വയം മുമ്പോട്ട് വന്ന് ഗ്രന്ഥം നടത്തിയാൽ അതിൽ ബറക്കത്ത് കുറയും. മഹാന്മാരായ പണ്ഡിതന്മാരുടെ സമ്മതവും നിർദ്ദേശവുമൊക്കെ വേണം. അങ്ങനെ നമ്മുടെ ഗ്രന്ഥരചനകൾ ഏറിയ കൂറും ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരമാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അവരുടെ പരിശോധന ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പലതും അതിൻ്റെ വേണ്ട രീതിയിൽ തെഹക്കീക്കും തെഹരീറും നടത്തേണ്ടതിന് വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ചില കിതാബുകളൊക്കെ പണ്ഡിതന്മാരുടെ ഒഴിവ് കിട്ടാതെ വരുമ്പോൾ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുക പതിവായിരുന്നു. ഇപ്പം നമ്മൾ ഖുലാസുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയിലെ പല അധ്യായങ്ങളും എന്താണെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ സൂക്ഷ്മമായ പരിശോധന നടന്നിട്ടുണ്ട്. അതുതന്നെ ചരിത്ര ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് അതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ്. പലപ്പോഴും നമ്മുടെ ചില കിതാബുകളുടെ പരിശോധനയ്ക്ക് വേണ്ടി ഷാരിയയിലേക്ക് പോയിട്ടുണ്ട്. ചില ദിവസങ്ങൾ ലീവ് എടുത്ത് അപ്പോൾ നേരത്തെ അറിയിച്ചാൽ ഒഴിവുള്ള ദിവസം എം.എ. ഉസ്താദ് അറിയിക്കും. അവിടെ പലപ്പോഴും എ.കെ. ഉസ്താദ്, എം.എ. ഉസ്താദ്, അതുപോലെ തന്നെ പി.എ. മട്ടന്നൂർ മരിക്കുന്നതിന് മുമ്പ് മഹാനവറുകളും പലപ്പോഴും നമ്മുടെ കിതാബ് ചർച്ചയിൽ പങ്കെടുത്തതായിട്ട് അനുഭവമുണ്ട്. അങ്ങനെ പണ്ഡിതന്മാരുടെ തെഹക്കീക്ക് തെഹരീറുകൾ അതുണ്ടായിട്ടുണ്ട്. അവരുടെ പ്രത്യേകമായ പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രസംഗശൈലിയിൽ മറ്റുള്ളവരെ അനുകരിക്കുക എന്നുള്ളത് അങ്ങനെ പ്രൊഫഷണൽ പ്രസംഗകനല്ലാത്തതുകൊണ്ടും പതിവായിട്ട് പ്രസംഗത്തിന് പോകാത്തതുകൊണ്ടും അങ്ങനെ പ്രത്യേക ശൈലിയൊന്നും അവരുടെ അനുകരിച്ച് ചെയ്തിട്ടില്ല. നമ്മളുടെ സ്വന്തമായിട്ടുള്ള ശൈലിയിൽ പ്രസംഗിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. സമസ്തയുടെ പ്രഭാഷണ പാരമ്പര്യത്തിന് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകത നൽകുന്ന ഘടകങ്ങൾ നേരത്തെ ഉസ്താദ് സൂചിപ്പിക്കേണ്ടായി. അതിൽ അറിവിൻ്റെ ആഴമാണോ, ആത്മീയതയാണോ, ജനങ്ങളോടുള്ള അടുപ്പമാണോ, ഭാഷാ ലാളിത്യമാണോ, ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുമോ? അതെ, ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളും അതിൻ്റെ പ്രത്യേകമായ ഘടകങ്ങളാണ്. 5 കാര്യങ്ങളും ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളും പ്രധാന ഘടകങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറിവിൻ്റെ ആഴം, ആത്മീയത, ജനങ്ങളോടുള്ള അടുപ്പം, ഭാഷയുടെ ലാളിത്യം, എല്ലാ കാര്യങ്ങളും സൗകൾ നേരത്തെ പറയുകയുണ്ടായി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചെറിയ ക്ലിപ്പുകൾ ഒക്കെയാണ് ആളുകൾ പ്രഭാഷണമായിട്ടും മറ്റൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ സന്ദേശം, അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടാതെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ ക്ലിപ്പുകളും മറ്റൊക്കെ ഷെയർ ചെയ്യപ്പെടുകയാണ്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് വീണു പോകുന്നത് എന്നൊന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞിട്ടുള്ള ലൈഫായതോ മോളുമായിട്ടുള്ള കാര്യങ്ങൾ വരെ ചില ആളുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അത്തരം സോഷ്യൽ മീഡിയ വാർത്തകളോ പ്രസംഗങ്ങളോ ക്ലിപ്പുകളോ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കണം. അതിൽ നിന്ന് അവരെ അകറ്റണം. എന്നിട്ട് ഉത്തരവാദപ്പെട്ട ആളുകളുടെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, ക്ലിപ്പുകൾ അത് ശ്രദ്ധിക്കുവാൻ അവരെ പ്രത്യേകം പ്രേരിപ്പിക്കുകയും ചെയ്യണം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വേദിയിലെ വാക്കുകൾ, പ്രഭാഷണങ്ങൾ ഉസ്താദ് പറയുണ്ടായി, വാളുകൾ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ കുറച്ചു കാലത്തെ സ്വാധീനം ഉണ്ടാക്കും. എന്നാൽ ഒരു കിതാബിൽ എഴുതുന്ന വാക്കുകൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ പറ്റും. സമസ്തയുടെ പാരമ്പര്യത്തിൽ പ്രഭാഷണത്തോടൊപ്പം രചനയ്ക്കും വലിയ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സമസ്തയുടെ ചരിത്രത്തിൽ ഗ്രന്ഥരചനയും പ്രസാദനവും നിർവഹിച്ച പങ്കിനെക്കുറിച്ച് ഉസ്താദ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ പണ്ഡിതന്മാർ വിലപ്പെട്ട പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു പ്രസിദ്ധീകരണാലയം സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുക എന്നതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷിയില്ലാത്ത പണ്ഡിതന്മാർ പലരും പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങൾ അത് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. അത്യപൂർവമായി എവിടെയെങ്കിലൊക്കെ ചില കോപ്പികൾ അവശേഷിക്കുന്നു. പലതും എന്താണെന്ന് പറഞ്ഞത് സമൂഹം ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് അതിൻ്റെ കാരണം. എന്നാൽ സ്വന്തമായ രചന നടത്തുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ പണ്ഡിതന്മാർ ബദ്ധശ്രദ്ധ പാലിച്ചത് എന്തിലായിരുന്നു ചോദിച്ചാൽ, തുറാഹിയായ പൗരാണികമായ ഗ്രന്ഥങ്ങൾ, മഹാന്മാരുടെ അനുഗ്രഹീതമായ ബറക്കത്തുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾക്ക് ഷറഹ് എന്ന് പറയുന്ന വ്യാഖ്യാനം എഴുതുക, ഹാഷി എന്ന വ്യാഖ്യാനം എഴുതുക, അല്ലെങ്കിൽ ഇഖ്തിസാറി എന്ന സംക്ഷേപണം നടത്തുക, അങ്ങനെ അതിന് ഹിദ്മത്ത് ചെയ്യാനാണ് കൂടുതലും താല്പര്യം കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുരുക്കം ചില ആളുകൾ സ്വന്തമായ വിഷയങ്ങൾ സ്വന്തം രചന നടത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. എങ്ങനെ ഗ്രന്ഥരചനയിലൂടെ, അത് സ്വന്തമായ രചനയിലൂടെ ആകട്ടെ, തുറാഹിയായ ഗ്രന്ഥങ്ങൾക്ക്, പൗരാണിക ഗ്രന്ഥങ്ങൾക്ക്, ആധികാരിക ഗ്രന്ഥങ്ങൾക്ക്
വ്യാഖ്യാനങ്ങളോ സംക്ഷേപങ്ങളോ എഴുതിക്കൊണ്ടോ ഈ രംഗത്ത് വളരെയധികം സേവനങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വാസ്തവ ഒരു പ്രസിദ്ധീകരണാലയം ഇതൊക്കെ ഏറ്റെടുത്ത് കാലികമായ പരിവർത്തനം വരുത്തിക്കൊണ്ട് കാലികമായ പരിവർത്തനം പെടുത്തുക. ഇപ്പോൾ മലയാളത്തിലോ അറബി മലയാളത്തിലോ ഉള്ളതാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ കുറേ ഭാഷാശൈലി ചിലപ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളത് 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതായ ഭാഷാശൈലിയല്ലേ എന്നുള്ളത്. അപ്പോൾ ഒരു റീഡിങ്ങിന് ആവശ്യമായിരിക്കില്ല, പുനർവായനയ്ക്ക് ആവശ്യമായിരിക്കില്ല പരിവർത്തനം വരുത്തിക്കൊണ്ട് പരിഷ്കരിച്ച് അവർക്ക് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അറബിയിലുള്ളതാണെങ്കിലും അങ്ങനെ തന്നെ. അതിൻ്റെ പഴയ കാലത്ത് ഒരു കിതാബ് തുടങ്ങിടുന്നിടത്ത് തുടങ്ങിയാൽ അവസാനത്തെ 100ാമത്തെ പേജുണ്ടോ സല്ലല്ലാഹു അവസാനിക്കേണ്ട ഒരു ഒറ്റ പാരഗ്രാഫായിരിക്കും പഴയ കോപ്പിയിലുണ്ടാവുക. ഈ രീതി അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് മോഡേൺ മെത്തേഡിലുള്ള തഹ്ക്കീക്കുകൾ, അതുപോലെ തന്നെ അഹ്കാമുൽ ഇംലാ എഴുത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, തർക്കയും പങ്ക്ച്വേഷനൊക്കെ പാലിച്ചുകൊണ്ട്, പാരഗ്രാഫ് തിരിച്ചുകൊണ്ട് വൃത്തിയിലുള്ള രീതിയാണ് എന്നുള്ളത്. ആ രീതിയിൽ നമ്മുടെ പഴയ കിതാബുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ സംഘടനകളിൽ ഏതെങ്കിലും സംഘടന മുമ്പോട്ട് വരണം. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങൾ മാത്രം സമാഹരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ഇത് മാത്രം പ്രസിദ്ധീകരിക്കുക എന്നത് വിട്ടുകൊണ്ട് ആധികാരികമായിട്ട് മഹാന്മാരായ ആളുകൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ മണ്ണടിഞ്ഞു പോകാൻ പാടില്ല. അത് കളക്ട് ചെയ്തുകൊണ്ട് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാലികമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുവാൻ ഒന്നുകിൽ സമസ്തയോ അല്ലെങ്കിൽ അതിൻ്റെ കീഴകങ്ങളിൽ ഏതെങ്കിലും ഘടകമോ മുമ്പോട്ട്, അല്ലെങ്കിൽ മറ്റൊരു പുതിയ സമിതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് വരണമെന്ന് പ്രത്യേകമായി താല്പര്യപ്പെടുകയാണ്. സോ അത് പഴയകാല ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ പഴയകാല ഗ്രന്ഥങ്ങൾക്ക് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അവർ ചെയ്തിട്ടുള്ള ഹിദ്മകൾ അത് നമ്മൾ വരും കാലത്തേക്ക് വേണ്ടി കാത്തുവെക്കുകയും അതിനെ പൂർണ്ണമായും സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഉസ്താദിൻ്റെ സ്വന്തം രചനാ പ്രവർത്തനങ്ങളിൽ സമസ്തയുടെ ചിന്താ പാരമ്പര്യം എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് പറയാം? അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്, അശ്അരി തരീഖത്തുകാരാണ്. നമ്മുടെ സിലബസ് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. പൂർവ്വകാലം മുതൽക്കേ നമ്മുടെ പള്ളി ദർസുകളിലും നമ്മുടെ ഷിയത്തുകളിലും തുടർന്ന് സിലബസ് പരിശോധിച്ചാൽ അവിടെ ഷാഫിയാക്കളായ ആളുകളുടെ കിതാബുകൾക്കും അശ്അരിയാക്കളായ ആളുകളുടെ കിതാബുകൾക്കും മുൻഗണന കൊടുത്താൽ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ട്? കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബുകാരും അശ്അരി തരീഖത്തുകാരുമാണ്. അതുകൊണ്ട് നമ്മുടെ രചനകളിലും അങ്ങനെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ആശയങ്ങൾ ഈ സമസ്തയുടെ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഗ്രന്ഥരചന. സമസ്തയുടെ ആശയാദർശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഗ്രന്ഥരചന എന്ന് പറഞ്ഞാൽ ഏറിയ കൂറും ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ടും അതുപോലെ തന്നെ അശ്അരി തരീഖത്ത് അനുസരിച്ചുകൊണ്ടാണ് രചനകൾ നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ പ്രത്യേകിച്ചും മുത്താലിമീങ്ങൾക്ക്, മതവിദ്യാർത്ഥികൾക്ക് നമ്മുടെ സംസ്ഥയുടെ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ പൗരാണിക ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കാൻ ഒരു തുടക്കം എന്ന രൂപത്തിൽ ഏത് തരത്തിലുള്ള വായനയിൽ നിന്നാണ് അവർ തുടങ്ങേണ്ടത്? അതെ, വളരെ ഫിറ്റായ ചോദ്യമായിട്ടുണ്ട്. അവസരോചിതമായ ചോദ്യമാണ്, വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചോദ്യം. അതായത് നമുക്കിന്നിപ്പോൾ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് വായനാ രംഗത്തേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവരിക എന്നത്. വായനാശീലം അസ്തമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകൾ രംഗത്ത് വന്നതോടുകൂടി കിതാബുകളും ഗ്രന്ഥങ്ങളും പത്രമാസികളൊക്കെ വായിക്കുന്ന രീതി അവസാനിച്ചു വരികയാണ്. മാത്രമല്ല ആഴത്തിലുള്ള അറിവ്, അടിസ്ഥാനപരമായ അറിവില്ലാതെ ഉപരിപ്ലവകരമായിട്ടുള്ള അറിവുകളാണ് നമ്മുടെ യുവാക്കളിൽ, സംഘടന അംഗങ്ങളായിട്ടുള്ള യുവാക്കളിൽ പോലുമുള്ളത്. അതുകൊണ്ട് ഒരു 8-10 വർഷം സുന്നത്തിമാത്തിന് വേണ്ടി പൊതിച്ച ഒരാൾ ഗൾഫിലോ മറ്റോ പോയിട്ട് വഹാബികളുടെയോ അതുപോലെ മറ്റുള്ളവരുടെയോ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെന്താണെന്ന് പറഞ്ഞാൽ ആശയം മാറി ബിഡ്ഗറ്റുകാരായി തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. വർഷങ്ങളോളം സുന്നത്തിമാത്തിൻ്റെ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടും സുന്നത്തിമാത്തിൻ്റെ ആദർശം എന്താണെന്ന് പഠിക്കുവാനും അത് അരക്കിട്ടുറപ്പിക്കുവാനും സാധിച്ചിട്ടില്ല എന്നതിൻ്റെ പ്രകടമായ തെളിവാണത്. അതുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഏത് സംഘടനയാകട്ടെ, SYS ആകട്ടെ, SSF ആകട്ടെ, ഒരു സംഘടനയിൽ പ്രാഥമിക അതിൻ്റെ പ്രാഥമികാംഗത്വം നൽകണമെങ്കിൽ ഒരു സെലക്റ്റഡ് പുസ്തകം കമ്മിറ്റി തിരഞ്ഞെടുക്കുക. ഒരു സെലക്റ്റഡ് പുസ്തകം തിരഞ്ഞെടുത്ത് ആ പുസ്തകം വായിച്ചിരിക്കണം. ചെറിയൊരു ടെസ്റ്റും നടത്തുക, ലളിതമായൊരു ടെസ്റ്റ് നടത്തി അതിൽ പാസ്സാകുന്ന ആളുകൾക്ക് മാത്രം പ്രാഥമിക മെമ്പർഷിപ്പ് നൽകുക. അടുത്ത വർഷം ഒരു പ്രൊമോഷൻ കമ്മിറ്റിയിലേക്ക് സംഘടനയിൽ പ്രൊമോഷൻ നൽകണമെങ്കിൽ ഇത് വേറൊരു പുസ്തകം കൂടി വായിച്ചിരിക്കണം. അവിടെ ടെക്സ്റ്റ് പാസ്സായവർക്ക് മാത്രമേ അടുത്ത വർഷം പെർമിഷൻ നൽകുക. അങ്ങനെ ഓരോ വർഷം ചെല്ലുന്തോറും അടിസ്ഥാനപരമായിട്ട് ദീനിനെക്കുറിച്ച് മൗലികമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കൊച്ചു കൊച്ചു കൃതികൾ വായിക്കുക. അത് അറബി വായിക്കുന്നവർക്ക് അറബി ഗ്രന്ഥങ്ങൾ കൊടുക്കുക, മലയാളം മാത്രം വായിക്കാവുന്നവർക്ക് മലയാളം മാറ്റുക, ഇംഗ്ലീഷ് മാത്രം വായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകം കൊടുക്കുക. എന്നിട്ട് അങ്ങനെ പടിപടിയായിട്ട് വായിക്കാനുള്ളൊരു ശീലം അവരുണ്ടാക്കി തീർക്കുക.
അത് എന്താണെന്ന് ആ വിഷയത്തിൽ കമ്പലിംഗ് ആയിട്ട് തന്നെ ഇത് നിർബന്ധം കമ്പൽസറി ആയിട്ട് തന്നെ വായിപ്പിക്കണം. അതായത് മെമ്പർഷിപ്പ് തരണമെങ്കിൽ ലളിതമായിട്ടൊരു പുസ്തകമെങ്കിലും വായിച്ച് ഇസ്ലാമിനെക്കുറിച്ചും സുന്നത്തിനെക്കുറിച്ചും പ്രാഥമികമായി അറിവ് നൽകേണ്ട പുസ്തകമെങ്കിലും വായിക്കണം. അതിൻ്റെ ലളിതമായൊരു പരീക്ഷ, കേവലം ഒരു ഓറൽ പരീക്ഷ ആയിരുന്നാലും വേണ്ടിയില്ല, അത് പാസ്സായവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കൂ എന്ന് SYസും SSും തീരുമാനിക്കണം. എന്നാൽ തന്നെ പടിപടി ഓരോ വർഷവും ഇന്ന പുസ്തകങ്ങൾ വായിച്ചിരിക്കണം എന്ന് തീരുമാനിച്ചാൽ ഒരു 8-10 വർഷം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾക്ക് സാമാന്യമായൊരു മുസ്ലിമിന് അത്യാവശ്യമായ സകല വിവരങ്ങളും ഉണ്ടാകും. 100 വർഷം സമസ്ത പിന്നിടുകയാണ്. തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് സമസ്തയുടെ കീഴ്ഘടകങ്ങളായ നമ്മുടെ സുന്നി പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ട വളരെ അനിവാര്യമായ വിഷയങ്ങളിലേക്കാണ് ഉസ്താദ് സൂചന നൽകിയിട്ടുള്ളത്. എന്നാൽ സമസ്തയുടെ 100 വർഷത്തെ ചരിത്രം നമുക്കൊരു വെറും ഒരു ചരിത്ര സ്മരണയായി മാത്രം കാണാൻ പറ്റില്ല. അത് മഹല്ലുകളുടെയും കുടുംബങ്ങളുടെയും മദ്രസകളുടെയും ഒക്കെ സമൂഹത്തിൻ്റെ തന്നെ മതബോധത്തെ രൂപപ്പെടുത്തിയ ഒരു ജീവിച്ചിരിക്കുന്ന പാരമ്പര്യമാണെന്ന് നമുക്ക് കാണാൻ പറ്റൂ. അഖീദ സംരക്ഷണം, മതപഠനം, മഹല്ല് വ്യവസ്ഥ, പള്ളി ദർസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ മേഖലകളിൽ സമസ്തയുടെ സേവനത്തെ ഉസ്താദ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതെ, സമസ്ത വലിയ പരിവർത്തനം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ പരിവർത്തനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആത്മീയ രംഗത്തും വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചരിത്ര സ്മരണ തന്നെയാണ് വാസ്തവത്തിൽ സേവന സ്മരണ. ചരിത്ര സ്മരണ എന്ന് പറഞ്ഞാൽ സംസ്ഥയുടെ ചരിത്ര സ്മരണ എന്ന് പറഞ്ഞാൽ സേവന സ്മരണയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സംസ്ഥയുടെ പ്രധാനപ്പെട്ട സേവനങ്ങൾ, ആ സേവനങ്ങൾ സ്മരിപ്പിക്കുക തന്നെയാണ് വാസ്തവത്തിൽ ചരിത്ര സ്മരണ. ആ സേവനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചരിത്രം ഉപരിപ്ലവപരമായ ഒരു സ്മരണ കൊണ്ട് യാതൊരു ആവശ്യവും ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. സമസ്തയുടെ 100 വർഷത്തെ സേവനത്തിൽ സാധാരണ ആളുകൾ കാണാതെ പോകുന്ന പക്ഷേ വളരെ വലുതായ സംഭാവനകൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ചോദിക്കാനൊരു കാരണം, ഈ നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ എന്നെപ്പോലുള്ള വിദ്യാർത്ഥികളൊക്കെ സമസ്തയുടെ ഉത്ഭവത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒഴുക്കിൽ ഇങ്ങനെ നിന്ന് കൊടുത്ത ആളുകളാണ് എന്നെപ്പോലുള്ളവരൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 100 വർഷത്തെ ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റിനറി സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഈ ആളുകൾ കാണാതെ പോകുന്ന കാര്യങ്ങളെ പ്രത്യേകമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് നോട്ട് ചെയ്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാം ദീനും മതപഠനവും എല്ലാം സമസ്ത വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ സമസ്ത വന്നപ്പോൾ ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് ഏകീകരണം എന്നതാണ്. അവിടെ പണ്ഡിതന്മാരെയും മതപഠനത്തെയും ഏകീകരിച്ചു. ഒന്ന്. രണ്ടാമത്തത് ഇതൊക്കെ ചിട്ടപ്പെടുത്തി അടുക്കലും ചിട്ടയിലുമാക്കി. മൂന്നാമതായിട്ട് അതിന് സംരക്ഷണം നൽകി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മതപഠനത്തെ ഏകീകരിച്ചു, അത് ചിട്ടപ്പെടുത്തി, അതിന് സംരക്ഷണം നൽകി എന്നതാണ്. ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നുള്ള ഇസ്ലാമിൻ്റെ ജീവൻ ഇൽമാണ്. ആ രംഗത്താണ് അദ്വിതീയമായ സ്വാധീനം സംസ്ഥ ചെലുത്തിയത്. ഏറ്റവും വലിയ സേവനം ചെയ്തത് ആ രംഗത്താണ്. അവിടെ തന്നെയാണ് അനിവാര്യമായ രംഗവും. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് സംസ്ഥ ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. അതിപ്പോൾ പറയണ്ടായി, ഈ സമസ്ത ചെയ്ത സേവനങ്ങൾ നമുക്ക് ഇത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലും അല്ലാത്തിടങ്ങളിലും കാണാൻ പറ്റും. പക്ഷേ കേരളത്തിന് പുറത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലേക്കോ ഒക്കെ ചെല്ലുന്ന സമയത്ത് നമുക്കതിൻ്റെ കുറവുകൾ നന്നായി മനസ്സിലാകുന്നുണ്ട്. ഒരു ഗ്രാമത്തിലോ മഹല്ലിലോ സമസ്തയുടെ സ്വാധീനം തിരിച്ചറിയാൻ നമ്മൾ എന്താണ് അവിടെ പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടത്? അതായത് നമ്മുടെ സമസ്തയുടെ സേവനങ്ങളിൽ ഏറ്റവും വലുത് എന്തെന്ന് ചോദിച്ചാൽ പല സേവനവും ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സേവനം എന്ന് ചോദിച്ചാൽ അത് ഓരോ സുന്നിക്കും ഞാൻ സുന്നിയാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള ധൈര്യം പകർന്നു കൊടുത്തുന്നതാണ്. ആ ഒരു ധൈര്യം കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥയിലൂടെയാണ്. സമസ്തയുടെ സമ്മേളനങ്ങൾ, ഖണ്ഡനങ്ങൾ, സംവാദങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഒരു മഹല്ലത്തിൽ അവിടെ സമസ്തയ്ക്ക് സ്വാധീനമുണ്ടോ, സമസ്തയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, എത്രത്തോളം സ്വാധീനം അവിടെ വന്നിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ബിദ്അത്തുകാരുടെ ആധിക്യവും ദൗർലഭ്യവുമാണ്. ഒരു മഹല്ലത്തിൽ ബിദ്അത്തുകാർ വളരെ ദുർലഭമാണ്, അംഗുലി പരിമിതമാണെങ്കിൽ അവിടെ സമസ്തയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു മഹല്ലത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ബിദ്അത്തുകാരുടെ ആധിക്യമുണ്ടെങ്കിൽ അവിടെ സമസ്തയുടെ സ്വാധീനം വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അവിടെയുള്ള സുന്നികൾ ബോധവാന്മാരായിക്കൊണ്ട് സമസ്ത പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ചികിത്സിക്കേണ്ട ചികിത്സ നടത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണത്. അപ്പോൾ എന്താണ് മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് സമസ്തൻ്റെ സ്വാധീനം
എത്രത്തോളം ഉണ്ടായി മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ബിദ്അത്തിൻ്റെ ഏറ്റക്കുറച്ചിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സമസ്തയുടെ ആദ്യത്തെ 100 വർഷം പ്രധാനമായിട്ടും ഇൽമിനെയും അഖീദയും ഒക്കെ സംരക്ഷിച്ച കാലമായിരുന്നെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത ഒരു 100 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെ മേഖലയിലായിരിക്കും? അതിൽ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാധാരണക്കാരും കണ്ണു തുറന്നു വെക്കേണ്ട പ്രധാനപ്പെട്ട മേഖലകൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അടുത്ത നൂറ്റാണ്ടിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഭൗതിക പ്രവണത എന്നതാണ്. ഭൗതിക പ്രവണതയിലേക്ക് നമ്മുടെ ആപാലവൃദ്ധം സ്ത്രീ പുരുഷന്മാർ കൂപ്പുകുത്തുകയാണ്. എല്ലാ രംഗത്തും ഭൗതിക പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭൗതിക പ്രവണത വരുമ്പോൾ എന്തും ചെയ്യുവാനും എന്തും കൈയൊടിക്കുവാനും ജനങ്ങൾ തയ്യാറാകും. തങ്ങളുടെ ആദർശം കൈയൊഴിച്ചിട്ടാണ് ഭൗതിക നേട്ടങ്ങളും ആസ്വാദനങ്ങളും വിൽക്കാൻ സാധിക്കുകയെങ്കിൽ അത് കൈവയ്ക്കാൻ തയ്യാറാകും. അപ്പോൾ എന്തും ചെയ്യാനും തയ്യാറാകും. എന്ത് ചെയ്യാനും എന്ത് കൈയൊഴിക്കാനും അത് പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള ഭൗതികതയിലേക്ക് ഭൗതിക പ്രവണതയാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ആശങ്ക പുലർത്തിക്കൊണ്ട് നിൽക്കുന്നത്, ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത്. അടുത്ത നൂറ്റാണ്ടിൽ നാം കാര്യമായിട്ട് അതിന് പ്രതിരോധിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അത്തരം ഈ ഭൗതിക പ്രവണതയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ അടുത്തുള്ള ഒരു പരിഹാരം പറഞ്ഞാൽ നന്നായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ആദർശബോധമുണ്ടാക്കുക എന്നതാണ്. ഓരോ മുസ്ലിമിനും ശരിയായ ആദർശബോധമുണ്ടാക്കുക, അതിനാവശ്യമായ ഇൽമ് അറിവ് അവർക്ക് നൽകുക. പൂർവികരായ ആളുകളെപ്പോലെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടാലും ഇസ്ലാമിനെ മുറുകെ പിടിക്കുക. ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അഹദ് അഹദ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാന്മാരായ മുവഹീദീങ്ങളായിട്ടുള്ള ശുഹദാക്കന്മാരായ സഹാബിമാരെ പോലെ ആദർശം മുറുകെ പിടിക്കാൻ. വിജയം പരാജയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വിജയമാണ് എല്ലാവരും ഉത്കടമായി ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്താണ് വിജയം? വിജയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ പിടിച്ചു നിൽക്കുക എന്നതാണ്, ആദർശത്തിൽ പിടിച്ചു നിൽക്കുക എന്നതാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ വധിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട്. അനുയായികളെ ഒന്നോ രണ്ടോ കിട്ടിയവരുണ്ട്, തീരെ അനുയായികളെ കിട്ടാത്തവരുണ്ട്. അവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവരുടെ ആദർശം അവർ കൈവച്ചിട്ടില്ല, ആദർശം പിൻവാങ്ങിയിട്ടില്ല എന്നതാണ്. അതുപോലെ മഹാന്മാരായ സഹാബത്തിൽ നിന്ന് പല ആളുകളും എന്താണെന്ന് രക്തസാക്ഷികളായിട്ട് ഉഹദിൽ പിന്നെ വലിയ ആളുകൾ 90ഓളം ആളുകൾ രക്തസാക്ഷികളാകുകയുണ്ടായി, 70ഓളം ആളുകൾ രക്തസാക്ഷികളാകുകയുണ്ടായി. അങ്ങനെ രക്തസാക്ഷികളായ ആളുകളോട് പരാജയപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ ആദർശത്തിന് വേണ്ടിയാണ് അവർ മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ആദർശബോധം ഉണ്ടാക്കുക എന്നതാണ്, അത് ഇൽമിലൂടെ ഉണ്ടാക്കുക, അടിയുറച്ച ഇൽമിലൂടെ ഉണ്ടാക്കുക എന്നാണ് അതിനുള്ള പരിഹാരമാർഗം. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഈ ആദർശം കൈവിടാതെ അതുപോലെ തന്നെ മഹത്തുക്കളുടെ ജീവിതം മനസ്സിലാക്കി മുന്നോട്ട് പോകണം, അതാണ് നമുക്കുള്ള പരിഹാരം എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഈ ഡിജിറ്റൽ ലോകമാണ്, AI അതുപോലെ തന്നെ ക്ഷണികമായ ഉള്ളടക്കങ്ങളാണ്. പെട്ടെന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും AI തന്നെ ഉത്തരം നൽകുകയും AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഒരു വലിയ ഉത്തരത്തിനുള്ള ഒരു ഉസ്താദായിട്ട് കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എന്ത് വിവരങ്ങളും ആഴമില്ലാത്ത മതവിവരം ലഭിക്കുന്ന ഈ കാലത്ത് നമ്മുടെ സമസ്തയുടെ ഭാവിയിൽ വരുന്ന ഉത്തരവാദിത്വം അത് കൂടുതൽ വലുതാകുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്? അതിന് സോഷ്യൽ മീഡിയയെക്കുറിച്ച് നല്ല അവഗാഹം നേടിയവരും അവബോധമുള്ളവരുമായിട്ടുള്ള യുവ പണ്ഡിതന്മാരുടെ ഒരു ഗ്രൂപ്പ് തന്നെ വേണം. അതിന് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം തന്നെ വേണം. അവർ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ള രീതിയിലുള്ളതിനെ നിരുത്സാഹപ്പെടുത്തുകയും ഇതിലേക്ക് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുകയാണ് അതിനുള്ള മാർഗം. നമുക്ക് സംസ്ഥയുടെ 100ാം വാർഷികം നടക്കുന്ന സമയത്ത് കേവലം ഒരു സംഘടനയുടെ ആഘോഷം എന്നതിനപ്പുറം അതിൻ്റെ ഉള്ളിൽ ജീവിച്ച ഉസ്താദിനെ പോലുള്ള ആളുകളും അതുപോലെ തന്നെ അതിൻ്റെ പാരമ്പര്യത്തിൽ വളർന്നവർക്കും അതൊരു വ്യക്തിപരമായ വികാരം എന്നതിനപ്പുറം അതൊരു വലിയ ഉത്തരവാദിത്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഉസ്താദ് അവറുകളൊക്കെ ഇപ്പോൾ നിർവഹിക്കുന്നതെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ സമകാല പണ്ഡിതന്മാർക്ക് വളർന്നു വരുന്ന ഉലമാക്കൾക്ക് ഒക്കെ ഉസ്താദിന് നൽകാനുള്ള സന്ദേശം എന്താണ്? അതായത് സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഹിദമത്തിലും നിഷ്കളങ്കത പുലർത്തുക എന്നത് നമ്മുടെ ഗുരുവര്യന്മാർ നമ്മളെ പഠിപ്പിച്ചതുപോലെ എല്ലാ സേവനങ്ങളിലും നിസ്വാർത്ഥമായ സേവനം നൽകുക, ഭൗതിക പ്രേമം ഒഴിവാക്കുക
എന്നിട്ട് നിഷ്കളങ്കമായ സേവനം ചെയ്യുക എന്നതാണ്. നിഷ്കളങ്കമായ സേവനമാണ് വിജയം വരിക്കുക. സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ഇടയിലും വിജയം വരിക്കുന്നത് നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് സ്വാർത്ഥത എന്നതൊന്ന് വർദ്ധിച്ചു വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹുബുദ്ദുന്യ എന്ന് പറഞ്ഞതായിട്ടുള്ള ഭൗതിക പ്രേമം വർദ്ധിച്ചു വരുന്നു. അതിന് കടിഞ്ഞാണിട്ടുകൊണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള സേവനവും നിഷ്കളങ്കമായ പ്രവർത്തനവുമാണ് പിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഈ സമസ്തയുടെ സെൻറ്ററിനറി കാലഘട്ടത്തെ ഉസ്താദ് ഒരു വ്യക്തിപരമായ അനുഭവമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? സമസ്തയുടെ 100ാം വാർഷികം ഉസ്താദിൽ ഉയർത്തുന്ന ഒരു വികാരം എന്താണെന്ന് പറയാമോ? അതായത് ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആബാലവൃദ്ധത്തിലും വലിയ സ്വാധീനം ചെലുത്തി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളിൽ, യുവാക്കളിൽ, അധ്യാപകന്മാരിൽ, പണ്ഡിതന്മാരിൽ എല്ലാ രംഗത്തും സ്വാധീനം ചെലുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്തക്ക് ഇന്ന് പലതും ചെയ്യാൻ സാധിക്കും. നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു വിരൽത്തുമ്പ് അനക്കിയാൽ അനുസൃതമായി ചലിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം സംഘടിതമായിട്ടുണ്ട്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ശരിയായ റൂട്ടിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ ദിശാബോധം അവർക്ക് നൽകുക എന്നതാണ്. ആ ദിശാബോധം നൽകുന്നതിന് വൈജ്ഞാനികമായ വിപ്ലവമാണ് വളരെ ആവശ്യമായിട്ടുള്ളത്. വൈജ്ഞാനികമായ വിപ്ലവം നടത്തിക്കഴിഞ്ഞാൽ, വിജ്ഞാനദാഹം തീർത്തു കഴിഞ്ഞാൽ, ആദർശബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ടതില്ല. അവൻ്റെ സാമ്പത്തിക ഇടപാടിലോ അവൻ്റെ ലൈംഗിക കാര്യങ്ങളിലോ അവൻ്റെ ധാർമ്മിക കാര്യങ്ങളിലോ ഒന്നും ആശങ്കിക്കാനില്ല. പ്രസ്ഥാനം എന്താണെന്നും ആദർശം എന്താണെന്നും പഠിപ്പിച്ച് ദിശാബോധം നൽകിയിട്ടില്ലെങ്കിൽ അവൻ ഭൗതിക നേട്ടം ആരിൽ നിന്നാണോ കിട്ടുന്നത് അത് വിദഗ്ധക്കാരിൽ നിന്നാണ് വിദഗ്ധത്തിലേക്ക് പോകും, നിരീശ്വരവാദികളിൽ നിന്നാണ് നിരീശ്വരവാദികളിലേക്ക് പോകും. ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വളർന്നു വരുന്നൊരു ഒരു പ്രവണതയുണ്ട്. ആ പ്രവണത അനുസരിച്ചാണെങ്കിൽ ആ രീതിയിൽ അവന് അന്യമതത്തിലേക്ക് പോകും. അതിനെന്താണെന്ന് പറഞ്ഞാൽ ശരിയായ ദിശാബോധം, ആദർശബോധം നൽകുക എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഈ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആശയം. സാർ, ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം വൈജ്ഞാനികമായിട്ടുള്ള ശക്തി നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകണമെന്നാണ്. ഇപ്പോൾ ഈ സെൻറ്റിനറിയുടെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ അൽ വജീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പ്രകാശനം നടത്തുകയും അതൊക്കെ നാടുകളിൽ ഒരു നാട്ടുദർസായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ ഒരു പാരമ്പര്യത്തിലേക്കുള്ള ചെറിയൊരു തിരിച്ചുപോക്ക് ആഴ്ചയിലൊരു ദിവസമാണെങ്കിലും നമ്മൾ നടത്തുകയാണല്ലോ. ഈ ഒരു ഘട്ടത്തിൽ അത് ഒന്നും കൂടി വികസിപ്പിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ സമസ്തയുടെ 100ാം വാർഷിക ഘട്ടത്തിൽ നമുക്കതിൽ ചെയ്തു തീർക്കാൻ പറ്റിയ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു. അതായത് സമുദായത്തിന് കഴിയുന്ന സേവനം ചെയ്യുക, അത് നമ്മുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ചുകൊണ്ട്, നമ്മുടെ പ്രായമനുസരിച്ച് ഇപ്പോൾ ജീവിതം അവസാനിക്കാറായല്ലോ ഉറൂബിനോടടുത്ത്. അപ്പോൾ നമ്മുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ചുള്ള ഹിദമത്ത് സേവന സമുദായത്തിന് ചെയ്യാനുള്ള ശ്രമം സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ചില ഭീഷണികൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭീഷണികളെ തരണം ചെയ്യുവാൻ, അതിനെ യുക്തിപരമായിട്ട് ദൈക്ഷണികമായിട്ട് ബുദ്ധിപരമായിട്ട് ശാസ്ത്രീയപരമായിട്ട് സുചിന്തിതമായിട്ട് നേരിടുവാൻ വേണ്ടി നമ്മുടെ സംഘടനകളും സംഘടനാപത്രങ്ങളും ശ്രമിക്കേണ്ടതാണ്. ഇടയ്ക്ക് വെച്ച കാര്യമൊന്നും പറയുകയാണ്. അതായത് ഒന്നാമതായിട്ട് വർഗീയ ഭീഷണി നാട്ടിൽ പടർന്നു വരികയാണ്. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാൻ പറ്റുകയില്ല. അപ്പോൾ അത് ശക്തി ആർജിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷമായ മുസ്ലിമുകളുടെ ഭൂരിപക്ഷത്തോട് വർഗീയത കൊണ്ട് നേരിടാൻ കഴിയുകയില്ല. നേരിടാൻ തെറ്റുമാണ്, ശരിയല്ലത്. അപ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിൽ വർഗീയത ഇല്ല, വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാൻ പറ്റുകയില്ല. വർഗീയ ഭീഷണിയെ എങ്ങനെ നേരിടാം എന്ന് ചോദിച്ചാൽ, ഇന്ന് വാസ്തവത്തിൽ ഇത് കാണുന്ന പടർന്നു പിടിച്ചിട്ടുള്ള വർഗീയത, ഭൂരിപക്ഷത്തിൻ്റെ മനസ്സിൽ വർഗീയത വളർത്തിയെടുത്തത് ഒരു നൂറ്റാണ്ട് കൊണ്ടാണ്. മുസ്ലിമുകൾക്കെതിരെ, ഇസ്ലാമിനെതിരെ, വിശുദ്ധ ഖുർആനിനെതിരെ, മുസ്ലിം സാമ്രാട്ടുകൾക്കെതിരെ, മുസ്ലിം ഭരണകാലത്തിനെതിരെ ഇല്ലാത്ത കിംവദന്തികളും കുപ്രചരണങ്ങളും കള്ളക്കഥകളും പടച്ചുവിട്ട് വികാരം വിളക്കി എളുപ്പത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഭരണത്തിലെത്താനുള്ള മാർഗം എന്താണ് എന്ന് ചിന്തിച്ചു. അത് വർഗീയമായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ്. ആദർശപരമായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമുണ്ട്. വർഗീയമായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുക എളുപ്പം കഴിയും. ആ എളുപ്പമുള്ള മാർഗമാണ് വർഗീയവാദികൾ സ്വീകരിച്ചത്. അങ്ങനെ അതിനെന്താ പറഞ്ഞാൽ ഇവിടെ ന്യൂനപക്ഷം വരുന്ന മുസ്ലിമുകൾ ഭൂരിപക്ഷത്തെ വിഴുങ്ങുമെന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ടും മുസ്ലിമുകളുടെ ഘടകാല ചരിത്രത്തിലൊക്കെ മായം ചേർത്തുകൊണ്ട് എല്ലാം മുസ്ലിമുകൾ ഒരു ഭീകര വിഭാഗമാണെന്ന് വരുത്തിക്കൊണ്ട് ആണ് വാസ്തവത്തിൽ ഇവർ വർഗീയത വളർത്തിയത്. അപ്പോൾ നമ്മുടെ ഉണ്ടായിത്തീർന്നുള്ള തെറ്റിദ്ധാരണയുടെ പുകമറ നീക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്.
നമ്മുടെ പ്രസംഗത്തിലും നമ്മുടെ എഴുത്തിലും നമ്മുടെ സെമിനാറുകളിൽ സിമ്പോസിയങ്ങളൊക്കെ നടത്തിക്കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മുസ്ലിം സാമ്രാട്ടുകളെക്കുറിച്ച്, ഇസ്ലാമിക ഭരണകാലത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ ഖുർആനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, മഹാനായ പ്രവാചകരുടെ ചര്യയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, മുസ്ലിംകളുടെ നിലപാടിനെക്കുറിച്ചും മുസ്ലിം സംഘടനകളുടെ നിലപാടിനെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചുള്ള നിലപാടുകളിലുള്ള തെറ്റിദ്ധാരണകൾ, ഈ തെറ്റിദ്ധാരണകൾ നീക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നെ ഒട്ടും പ്രകോപനമുണ്ടാക്കാതെ, കുഴപ്പമുണ്ടാക്കാതെ സമാധാനപരമായ രീതിയിൽ പ്രസംഗത്തിലൂടെ, അതുപോലെ തന്നെ എഴുത്തിലൂടെ, അതുപോലെ തന്നെ സംവാദത്തിലൂടെ, അതുപോലെ സിമ്പോസിയത്തിലൂടെ, സെമിനാറിലൂടെ എല്ലാം ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ പ്രവണത, വർഗീയ പ്രവണത കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനിയെങ്കിലും വർഗീയത കയറിയിട്ടില്ലാത്ത ഹൃദയങ്ങളെങ്കിലും അതിൽ മോചിപ്പിക്കാൻ സാധിക്കും. പിന്നെ ബിദ്അത്തിൻ്റെ ഭീഷണിയാണ് മറ്റൊന്ന്. അതുകൊണ്ട് ബിദ്അത്തിനെ നേരിടാനും ജനങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള അറിവ് നൽകുകയാണ് വേണ്ടത്. വൈകാരികമായ വെറും കേവലമായ പ്രവർത്തനം കൊണ്ട് മാത്രം, യോഗം കൊണ്ട്, സമ്മേളനം കൊണ്ടൊന്നും മാത്രം മതിയാവുകയില്ല. അടിയുറച്ച വിശ്വാസം ഉണ്ടാക്കി തീർക്കണം. ആദർശം എന്ത് വന്നാലും ആദർശം കൈവിടുകയില്ല. ആരെന്ത് ആനുകൂല്യങ്ങൾ ചെയ്താലും ശരി, സ്വർണ്ണത്തിൽ കുളിപ്പിച്ചാലും ശരി, ആദർശം വിടുകയില്ലെന്ന രീതിയിൽ ആദർശധീരത ഉണ്ടാകണമെങ്കിൽ, സ്ഥൈര്യം ഉണ്ടാകണമെങ്കിൽ അവർക്ക് ശരിയായ അറിവ് നൽകണം. അങ്ങനെ ബിദ്അത്തിനെ ബിദ്അത്തിൻ്റെ ഭീഷണി നേരിടേണ്ടതാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന നിരീശ്വര ഭീഷണി, നിർമ്മതത്വത്തിൻ്റെ നിരീശ്വരത്തിൻ്റെ ഭീഷണിയെ നേരിടാൻ ആവശ്യമായ സംഗതിയും എന്താണെന്ന് പറഞ്ഞാൽ അറിവ് തന്നെ. അഖീദ ഉറപ്പിക്കുക എന്നാണ്. ദൈവാസ്തിക്യത്തിലും അത് പ്രവാചകത്വത്തിലും നുബുവത്തിലും വിശാലത്തിലുമൊക്കെ ഉള്ള ഈ വിശ്വാസം അത് അടിയുറക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകണം. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ദർസുകളിലൂടെ, ക്ലാസ്സുകളിലൂടെ, വയലുകളിലൂടെ എല്ലാ രീതിയിലും നൽകാൻ പറ്റുന്നതാണ്. ഏതായിരുന്നാലും എന്താണ്, നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് ഓരോ ദിവസവും സുബഹിക്ക് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഈ വക കാര്യങ്ങളൊരു ബോധവൽക്കരണത്തിനായി ഒരു ക്ലാസ് തുറന്ന് നടത്തുകയാണെങ്കിൽ രാവിലെ തന്നെ സുബഹിക്ക് ശേഷമാകുമ്പോൾ അവരുടെ മറ്റ് ജോലിക്കൊന്നും തടസ്സം വരാത്ത രീതിയിലുള്ള സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് പ്രധാന ഭീഷണികളായ വർഗീയ ഭീഷണി, ബിദ്അത്ത് ഭീഷണി, നിരീശ്വരത്വ ഭീഷണി, ഇതിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഉസ്താദ് അവർ പറഞ്ഞ സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള ഈ യുവാക്കളെയൊക്കെ കൂട്ടിയിരുത്തിയിട്ടുള്ള ഒരു ദർസ് അല്ലെങ്കിൽ അറിവ് കൈമാറ്റം, അത് അൽഹംദുലില്ലാ ഈ നാട്ടു ദർസ് ഒരാഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും ഇങ്ങനെ തുടങ്ങി വെച്ചത് വലിയൊരു ശുഭോദർക്കമായ കാര്യമാണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന പുതിയ തലമുറ കുട്ടികളുണ്ട്. അവർക്ക് സമസ്തയോട് സ്നേഹമാണ്. കാരണം അവർക്ക് ബാലപാഠം ദീനിൻ്റെത് നൽകിയത് സമസ്തയാണ്. പക്ഷെ അതിൻ്റെ ചരിത്രവും ആശയവും അവർക്ക് ആഴത്തിൽ അറിയില്ല. അത്തരം യുവാക്കളോട് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? സമസ്തയെ നമ്മുടെ യുവതലമുറക്ക് എങ്ങനെ പരിചയപ്പെടുത്തുക എന്നതാണ്. സമയുടെ പ്രാധാന്യം എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. സമസ്തയുടെയും കീഴടക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള എളുപ്പമാർഗം ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ തനി രൂപം, യഥാർത്ഥ രൂപം സുന്നത്തിയുമായിട്ടാണ് എന്ന വസ്തുത മനസ്സിലാക്കി കൊടുക്കുക. സുന്നത്തിയുമായിട്ട് സംരക്ഷിക്കണമെങ്കിൽ അവിടെ സംഘടിത രൂപത്തിലേന്ന് സാധിക്കുകയുള്ളൂ. കാരണം ശത്രുക്കൾ സംഘടിതരാണ്. അതുകൊണ്ട് ബിദ്അത്തുകാർ സംഘടിതമായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ സുന്നത്തിയുമായത്തിന് എന്താണെന്ന് പറഞ്ഞാൽ സംഘടിത ശക്തി വേണം. സംഘടിത ശക്തി എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നേതൃത്വം നൽകേണ്ട ശക്തി പണ്ഡിത ശക്തിയാണ്. അതുകൊണ്ട് പണ്ഡിത സംഘടനയാകുന്ന സമസ്തകളെ ജമിയത്തുൽ വേണം. പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രയോഗവൽക്കരിക്കുവാനായി അതിൻ്റെ കീഴ്ഘടകങ്ങളും വേണം. ഈ രീതിയിലാണ് സമസ്തയെക്കുറിച്ചുള്ള വിവരം നമ്മുടെ പുതിയ തലമുറയ്ക്ക് നൽകേണ്ടത്. അപ്പോൾ അതിൽ പുതിയ തലമുറയ്ക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഉസ്താദ് പറയുണ്ടായി. സമസ്തയുടെ അടുത്ത 100 വർഷത്തിൽ പുതിയ തലമുറ, യുവതലമുറ എന്തൊക്കെ ഗുണങ്ങളാണ് നേടിയെടുക്കേണ്ടത്? ഗുണങ്ങൾ നേടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അടിയുറച്ച വിശ്വാസം, പാറ പോലെ അടിയുറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. എന്ത് പ്രകോപനങ്ങളുണ്ടായാലും എന്ത് പ്രലോഭനങ്ങളുണ്ടായാലും പതറിപ്പോകാത്ത, ചിതറിപ്പോകാത്ത, ചാഞ്ചല്യം സംഭവിക്കാത്തതായ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അതാണ് ഒന്നാമതായിട്ട് നേടിയെടുക്കേണ്ടത്. രണ്ടാമതായിട്ട് വിശ്വാസത്തിനനുസൃതമായ കർമ്മം. മൂന്നാമതായിട്ട് ആ കർമ്മത്തിലുള്ള നിഷ്കളങ്കത, യാതൊരു കാപ്പറ്റ്യവുമില്ലാതെ നിഷ്കളങ്കമായ പ്രവർത്തനത്തിനും സേവനത്തിനും ഉണ്ടാവുക. ഇതാണ് വേണ്ടത്. അവസാനമായൊരു ചോദ്യം കൂടി ചോദിക്കാം. ഈ സെൻറ്റിനറി അവസരത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ചും മുസ്ലിം പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ മുത്താലിമീങ്ങളാകുന്ന ഇതിൻ്റെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മുത്താലിമി കാലഘട്ടം കഴിഞ്ഞ് പുതിയതായി വരുന്ന യുവ പണ്ഡിതന്മാർക്കും ഉസ്താദ് അവസാനമായി ഒരു നസീഹത്ത് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ ആകത്തുക എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമയുടെ സെൻറ്റിനറിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സന്ദർഭത്തിൽ ജനങ്ങളെ കൂടുതലായിട്ട് നമ്മുടെ സംസ്ഥയുമായിട്ട് അഥവാ സമസ്ത പ്രതിദാനം ചെയ്യുന്ന
ആശയവുമായത്തിലേക്കും ആദർശത്തിലേക്കും ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതിനിപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സമൂഹം സുന്നി കേരളം ഒട്ടാകെ എഴുന്നേറ്റിട്ടുണ്ട് എന്നത് ശുഭോദരക്കമാണ്, സന്തോഷകരമാണ്. കൊച്ചു കുട്ടികൾ മുതൽക്ക് വൃദ്ധന്മാർ വരെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രംഗത്തും ശരിയായ പ്രവർത്തനവും ചലനവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭം നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി വികാരം നല്ല വഴിക്ക് തിരിച്ചുവിട്ട് ഇത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. സമ്മേളനം കഴിഞ്ഞതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് തീരുമാനിക്കാൻ പാടില്ല. സമ്മേളനം കഴിഞ്ഞതോടുകൂടി എല്ലാം തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ കാൽവെപ്പ്, ഊർജ്ജസ്വലമായിട്ട് പുതിയ കാൽവെപ്പ്, അനേക 100 കുതിരശക്തിയോടുകൂടി മുമ്പോട്ട് നമ്മൾ ഗമിക്കാനുള്ള തുടക്കം എന്ന നിലക്കാണ് നമ്മൾ ഈ സമ്മേളനത്തെ കാണേണ്ടത്. ഇതൊരു സമാപനമായി, നൂറ്റാണ്ടിൻ്റെ സമാപനമായി കാണരുത്, പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കമായിട്ട് കാണുകയും അങ്ങനെ എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിട്ട് രംഗത്ത് വരികയും ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തലമുറയെ നാം ഓർക്കുക എന്നത്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ കൂടുതൽ സേവനം ചെയ്തിട്ടുള്ള കഴിഞ്ഞ തലമുറയിലെ പണ്ഡിതന്മാരെയും അതുപോലെയുള്ള നേതാക്കന്മാരെയും സംഘടനാ നേതാക്കന്മാരെയും മനഃപൂർവ്വം വിസ്മരിച്ചു പോകുന്നുണ്ട് എന്നൊരാശങ്കയുണ്ട്. നമ്മൾ മുമ്പിൽ കാണുന്ന സേവനം മാത്രം വിലയിരുത്തുക, അതുമാത്രം പോരാ. കഴിഞ്ഞു പോയിട്ടുള്ള തലമുറ പുതിയ ആളുകൾക്ക് ചവിട്ടിപ്പിന് നമ്മൾക്ക് കുറച്ച് ഉയർന്ന പടികളിൽ നമ്മൾ നിൽക്കുന്നത് താഴെ പടികൾ ചവിട്ടിക്കൊണ്ടാണ് ഉയർന്ന പടിയിലെത്തിയത്. അതിൻ്റെ മുമ്പ് പടികൾ നിർമ്മിച്ച ആളുകളുണ്ട്, അവരെ നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് സുന്നത്തുമായത്തിൻ്റെ മണ്ണം പറഞ്ഞു പോയിട്ടുള്ള വലിയ പണ്ഡിതന്മാരും അതുപോലെ സംഘടനാ പ്രവർത്തകരും പല മഹാന്മാരുമുണ്ട്. അവരെയൊക്കെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും നമ്മുടെ പ്രാർത്ഥനകളെ അവർ ഉൾക്കൊള്ളിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി ഈ സമയത്ത് തെറ്റിപ്പെടുത്തുകയാണ്. എന്നോടും സമൂഹത്തിൽ കേൾക്കുന്ന ശ്രോതാക്കളോടും ഉപദേശിക്കുകയാണ്. അങ്ങനെ നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പഠിക്കുവാനും അത് പഠിച്ച ജീവിതത്തിൽ പകർത്തുവാനും പ്രവർത്തിക്കുവാനും സേവനം ചെയ്യുവാനും അതുവഴി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് പോകുവാനും അള്ളാഹുത്തആല നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹപ്രവർത്തകർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ ശിഷ്യന്മാർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി. ആദരണീയരായ ഖലമുൽ ഇസ്ലാം ബാവ ഉസ്താദിൻ്റെ വളരെ വിലപ്പെട്ട സമയം, രചനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി ഉസ്താദ് മാറ്റിവെക്കുന്ന വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ്. ഈ സമസ്തയുടെ സെൻറ്റിനറി സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മളെടുക്കേണ്ട പ്രധാനപ്പെട്ട പ്രതിജ്ഞ അടുത്തൊരു 100 വർഷത്തേക്ക് നമ്മുടെ സമൂഹത്തെ എങ്ങനെ തയ്യാറാക്കണമെന്നതാണ് എന്ന് ഉസ്താദ് അവറുകൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നു. അള്ളാഹു തആല ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ സേവനങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള കബൂലിയത്തും അള്ളാഹു നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഉസ്താദ് അവറുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.